എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. 1999 ജനുവരി മാസം 22-ാം തീയതി ഒറീസയിലെ കെഞ്ചഹാർ ജില്ലയിലെ മനോഹർപൂർ എന്ന ഗ്രാമം ഈ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചു. ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്നിവരെയും ആ രാത്രിയുടെ യാമങ്ങളിൽ ഒരു കൂട്ടം കാവാലികർ നിഷ്കരുണം ജീവനോടെ ചുട്ടുകരിക്കാനിടയായി തീർന്നു. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച, ലോക മനസാക്ഷി ഒരുപോലെ നിലവിളിച്ച ആ സംഭവം നടന്നിട്ട് ഏകദേശം 21 വർഷങ്ങൾ കഴിഞ്ഞു. ഒരുപക്ഷെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവാം, 21 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, ജനങ്ങൾ മറന്നു തുടങ്ങിയ സംഭവം, ആ സംഭവത്തിന് ഇപ്പോൾ എന്താണ് പ്രസക്തി? തീർച്ചയായും ഒരു പ്രസക്തി ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗം ശ്രീ സത്പാൽ സിംഗ് രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ വളരെ വേദനാജനകമായ ചില പരാമർശങ്ങൾ ഗ്രഹാം സ്റ്റെയിൻസിന്റെ വധത്തോട് ബന്ധപ്പെട്ട് ആ വധത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. अध्यक्ष महोदय जी कि उड़ीसा के अंदर 1999 में जब बहुत लोगों को बात मालूम होगी, वहां पर एक जो ऑस्ट्रेलियन जो वहां पर मिशनरी काम करते थे, ग्राहम स्टेन्स थे, उसके बारे में इतना हल्ला हुआ इस देश के अंदर कि जब ग्राहम स्टेन्स की जो हत्या हुई, जिस प्रकार से हत्या हुई वास्तव में गलत था। उसके 2 बच्चों के साथ जिस प्रकार उसको जलाया गया, लेकिन इसके इन्वेस्टिगेशन के बारे में बताना चाहता हूं, ये रिकॉर्ड पर है। ये सीबीआई ने इस केस का इन्वेस्टिगेशन किया और सीबीआई ने उस बात का इन्वेस्टिगेशन किया, उड़ीसा की क्राइम ब्रांच ने इसका इन्वेस्टिगेशन किया, उसके बाद जस्टिस डीपी वाधवा कमीशन बना और सब लोगों ने ये बात लिखी है कि ग्राहम बेल सबने कहा कि वहां पर आदिवासियों का जो धर्मांतरण किया जा रहा था, ये सबसे बड़ा कारण था उसको वहां पर उसके लोग जो खिलाफ हुए। और केवल ये बात नहीं है अध्यक्ष महोदय, वहां पर जो है इस समय मैं नाम लेकर के बता रहा हूं, इस समय जो वहां पर अधिकारी उसको सुपरवाइज कर रहा था सीबीआई के अंदर केस, इस समय वो केरला के अंदर केरला का डीजीपी है, उसने जो है उसको जब वहां पर जो है उस समय डायरेक्टर सीबीआई को कांग्रेस के एक बड़े लीडर ने, मैं उसका नाम नहीं लेना चाहता यहाँ, कांग्रेस के एक बहुत ही वरिष्ठ नेता ने डायरेक्टर सीबीआई को बुलाया और उनको कहा उसमें, क्योंकि ग्राहम बेल से उसके चेलों के खिलाफ यह आया कि लगभग 30 आदिवासी लड़कियों को जिस प्रकार से सेक्सुअली मोलेस्ट किया गया, जिस प्रकार से वहां पर धर्मांतरण किया गया, ये सबसे बड़ा कारण था कि वहां पर ग्राहम स्टेन्सवेल की इस प्रकार से हत्या हुई. അതീവ ഗുരുതരവും വ്യാജവുമായ പ്രസ്താവനകളാണ് തന്റെ പ്രസംഗത്തിൽ താൻ ഉദ്ധരിച്ചത്. പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രീ സത്പാൽ സിംഗ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ വധത്തെ ന്യായീകരിച്ചുകൊണ്ട് രാജ്യസഭയിൽ തന്റെ പ്രസംഗത്തിൽ പറയാനിടയായി. 1, ഗ്രഹാം സ്റ്റെയിൻസ് ഭാരതത്തിൽ മതപരിവർത്തനം നടത്തിയ വ്യക്തിയാണ്. 2, 30ഓളം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ഗ്രഹാം സ്റ്റെയിൻസ് മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 ഗുരുതര ആരോപണങ്ങൾ ഗ്രഹാം സ്റ്റെയിൻസിന്റെ വധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രീ സത്പാൽ സിംഗ് തന്റെ പ്രഭാഷണത്തിൽ പറയാനായി ഇടയായി തീർന്നു. നാം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സത്യം യാത്ര പുറപ്പെടാൻ ചെരുപ്പിടുമ്പോഴേക്കും അസത്യം ലോകമെമ്പാടും പരന്നു കഴിഞ്ഞിരിക്കും. സത്യമാണ് ആ പ്രസ്താവന. കഴിഞ്ഞ 21 വർഷത്തിനുള്ളിൽ ഗ്രഹാം സ്റ്റെയിൻസിന്റെ വധത്തെ ന്യായീകരിച്ചുകൊണ്ട് ധാരാളം പ്രസ്താവനകൾ, ധാരാളം പ്രസംഗങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗമാണ് രാജ്യസഭയിൽ ശ്രീ സത്പാൽ സിംഗ് നടത്തിയ പരാമർശങ്ങൾ. യഥാർത്ഥത്തിൽ ആരാണ് ഈ ഗ്രഹാം സ്റ്റെയിൻസ്? എന്താണ് അദ്ദേഹം മനോഹർപൂരിലും ബാരിപ്പടയിലുമൊക്കെ ചെയ്തത്? അദ്ദേഹം അതിക്രൂരമായ നിലയിൽ കൊല ചെയ്യപ്പെടാൻ എന്തു കുറ്റമായിരുന്നു അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്? നാം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ അടിയുറച്ചിരിക്കുന്ന വിശ്വാസം ഇതാണ്, സത്യമേവ ജയതേ. ആത്യന്തികമായി വിജയിക്കുന്നത് എപ്പോഴും സത്യമായിരിക്കും. സത്യത്തെ എത്രത്തോളം നാം മൂടിയിടാൻ ശ്രമിച്ചാലും, സത്യത്തെ നാം ഒരു ശവപ്പെട്ടിക്കുള്ളിൽ അടക്കി നാം മണ്ണിൽ അതിനെ അടക്കം ചെയ്താലും സത്യം ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതത്തിന്റെ, അദ്ദേഹത്തിന്റെ മക്കളുടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പച്ചയായ സത്യം എന്താണെന്ന്, ആ സത്യത്തെ ഒരിക്കൽ കൂടി പൊതുജന സമക്ഷം അനാവരണം ചെയ്യപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായതുകൊണ്ടാണ് ഈ അഭിമുഖ സംഭാഷണം ഇവിടെ നടത്തുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തുടക്കം മുതൽ അവസാനം വരെ
ഈ പ്രോഗ്രാം ശ്രദ്ധിക്കണമെന്നും ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഓരോ സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കുകയില്ല എന്നും അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ അഭിമുഖത്തിനായി നാം ക്ഷണിച്ചിരിക്കുന്നത് ആദരണീയനായ ഒരു വ്യക്തിത്വമാണ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ കുടുംബവുമായി വളരെ വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല, ഒരു പത്രപ്രവർത്തകൻ, ചരിത്രകാരൻ, ഗ്രന്ഥകാരൻ, ഗവേഷകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ നിസ്തുലമായ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഭാരതത്തിൽ വളരെയധികം ചർച്ചകൾക്ക് കാരണമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ മരണത്തെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച ബേൺഡ് അലൈവ് എന്ന ഗ്രന്ഥം അത് രാജ്യാന്തര തലത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള പുസ്തകമാണ്. അതുകൂടാതെ തന്നെ സത്യവുമായ ഒരു മുഖാമുഖം, ഇൻകിലാബ് എന്നീ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഭാരതത്തിനും മലയാളത്തിനും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പ്രാഗൽഭ്യമുള്ള ഡോക്ടർ ബാബു കെ വർഗീസിനെ സ്നേഹാദരങ്ങളോടുകൂടെ ഈ അഭിമുഖത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയ ബാബു വർഗീസ് സാർ. നമസ്കാരം. നമസ്കാരം. രക്ഷണ ടിവിക്കും അഗസ്റ്റിനും പ്രത്യേക നന്ദി. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ അഭിവാദനങ്ങൾ. പ്രിയ ബാബു വർഗീസ് സാറിനെ ഈ അഭിമുഖത്തിൽ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം രണ്ട് കാരണങ്ങൾ എനിക്ക് അതോട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന്, ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് താങ്കൾ. രണ്ട്, സത്യത്തെ വിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തെ വാങ്ങുന്ന വ്യക്തിയും സത്യം മറ്റുള്ളവർ അനുസരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയും സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് തെറ്റിനെതിരെ അതിശക്തമായി സംസാരിക്കുന്ന വ്യക്തിയും താൻ അന്വേഷിച്ച സത്യത്തെ വ്യക്തമായി പറയുന്നതിൽ ഒരു ലജ്ജയും കൂടാതെ രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ പറയാൻ ആർജവം കാണിക്കുന്ന ഒരു ചരിത്രകാരനും പ്രഭാഷകനുമാണ് താങ്കളെന്ന് താങ്കളുടെ പുസ്തകങ്ങളിലൂടെയും താങ്കളുടെ പ്രസംഗങ്ങളിലൂടെയും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സത്യങ്ങൾ താങ്കളിലൂടെ കേൾക്കാൻ കഴിയും. വളരെ ആവേശം എനിക്കും അത് ജനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വിനയപുരസരം ഞാൻ പ്രവേശിക്കുന്നു. സംസാരത്തിനായിട്ട് അല്ലെങ്കിൽ ഈ ചർച്ചയുടെ തുടർമാനമായ പുരോഗതിക്കായി താങ്കളുടെ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യും. അഗസ്റ്റിൻ പറഞ്ഞത് ശരിയാ. സത്യം ജയിക്കും. നമ്മുടെ ഭാരതത്തിന്റെ സത്ത തന്നെ സത്യമേവ ജയതേ. ഞാൻ പത്രപ്രവർത്തന നിലയിൽ പാർലമെന്റിൽ പോകാറുണ്ട്. പാർലമെന്റിൽ കയറുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സത്യമേവ ജയതേ. നമ്മുടെ സുപ്രീം കോടതിയിലുമുണ്ട്, എല്ലാ ഹൈക്കോടതിയിലുമുണ്ട്. സത്യം ജയിക്കും, ട്രൂത്ത് ഷാൽ ട്രയംഫ്. സത്യത്തെ എത്ര തമസ്കരിച്ചാലും സത്യമാണ് ആത്യന്തികമായി ജയിക്കുന്നത്. അത് മാത്രമല്ല, പ്രിയ സത്യപാൽ സിംഗിന്റെ പേര് തന്നെ സത്യം എന്നാ. അതെ, സത്യപാൽ സിംഗ് ആണ്. അപ്പൊ ഇനി തുടർന്ന് നമ്മളെ ചർച്ച സത്യം എവിടെയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. തീർച്ചയായിട്ടും രാജ്യസഭയിൽ ശ്രീ സത്യപാൽ സിംഗ് ചെയ്ത ആ പ്രസംഗത്തിലെ പരാമർശങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഗ്രഹാം സ്റ്റെയിൻസിന്റെ കുടുംബത്തെ നന്നായി അറിയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ സത്യപാൽ സിംഗിന്റെ ഈ ഗുരുതരമായ ആരോപണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു? 3 ആരോപണങ്ങളാണ് ശ്രീ സത്യപാൽ സിംഗ് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, ക്രൈസ്തവ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസും കൂട്ടരും മറ്റു മതസ്ഥരെ, ആദിവാസികളെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. 2, അത്യന്ത ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇന്നത്തെ പത്രത്തിലും അത് വന്നിട്ടുണ്ട്. സ്റ്റെയിൻസിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടന ഒഡീഷയിലെ ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് വ്യാപകമായി പരിവർത്തനം ചെയ്തുവെന്നും സന്നദ്ധ സംഘടനാ പ്രവർത്തകർ 30 ആദിവാസി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു സത്യപാലിന്റെ ആരോപണം. അതുമാത്രമല്ല, DGP റാങ്കിലുള്ള ഒരു കേരളത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്ന സംഘത്തിലുണ്ടായിരുന്നു. പീഡന വിവരം അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് CBI ഡയറക്ടർ ജനറലോട് അന്ന് ആവശ്യപ്പെട്ടുവെന്നും സത്യപാൽ ആരോപിക്കുകയുണ്ടായി. സത്യപാലിന്റെ ഈ ഗുരുതരമായ പ്രസ്താവനയോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് തന്നെ പറയാനുള്ളത് തികച്ചും നിർഭാഗ്യകരം, അടിസ്ഥാനരഹിതം, അൺസബ്സ്റ്റാൻഷിയേറ്റഡ്, അൺഅക്സെപ്റ്റബിൾ, അംഗീകരിക്കാൻ സാധ്യമല്ല. നാം ഒരു കാര്യം പ്രസ്താവന ചെയ്താൽ, പ്രത്യേകിച്ച് ഉന്നതമായ നമ്മുടെ അഭിമാനമായിരുന്ന രാജ്യസഭയിൽ നിന്ന് ഒരു കാര്യം പറയുമ്പോൾ
അതിനടിസ്ഥാനമായ കാരണങ്ങൾ വേണം, തെളിവുകൾ വേണം. എന്നാൽ പ്രത്യേക സംരക്ഷണം ഈ പാർലമെന്റ് മെമ്പേഴ്സിനുണ്ട്. നിയമത്തിന്റെ സംരക്ഷണം ലഭിച്ചതുകൊണ്ട് എന്തും പറഞ്ഞ് ജനങ്ങളെ വിഷമത്തിലാക്കുന്നത് മാന്യതയല്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് യാതൊരു വിരോധവും അദ്ദേഹത്തിനോടില്ല. അദ്ദേഹത്തോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ അരുൺ കൊല ചെയ്ത 54 വയസ്സുള്ള 9ഉം 6ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച ആ പ്രിയപ്പെട്ടവരോട് ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞത് ഞാൻ ഇവരോട് ക്ഷമിക്കുന്നതാണ്. ഇന്ന് അത് തന്നെയാണ് ശ്രീ സത്യപാൽ സിംഗിനോടും പറയുവാനുള്ളത്. ക്രൈസ്തവ സമൂഹം പറയുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല, അജ്ഞതയിൽ നിന്നാണ് അങ്ങ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങോട് യേശുക്രിസ്തു ക്ഷമിക്കട്ടെ, ഞങ്ങളും ക്ഷമിക്കുന്നു. എന്നാൽ ഈ ഞങ്ങളുടെ സമൂഹത്തിലുള്ള ആശങ്ക നീക്കേണ്ട ഒരു കടമ പ്രിയ എല്ലാ നേതൃത്വത്തിനും ഗവൺമെന്റിനും ഉണ്ട്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. അതെ, നമ്മുടെ നാനാത്വത്തിലെ ഏകത്വം ലോകപ്രസിദ്ധമാണ്. വിവിധ മതങ്ങളെ ഉൾക്കൊള്ളുന്ന, വിവിധ ആശയ സംഹിതകളെ ഉൾക്കൊള്ളുന്ന ഒരു ചിന്താഗതിയാണ് ഭാരതീയ ചിന്താഗതി. എന്നാൽ നാളുകൾ കഴിയും തോറും ഇവിടെ വെറുപ്പിന്റെ സിദ്ധാന്തം മതങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. ഓരോ വർഷം കഴിയും തോറും മതങ്ങൾ തമ്മിൽ അസഹിഷ്ണുത ഇവിടെ വർദ്ധിക്കുന്നു. സ്നേഹവും സാഹോദര്യവും എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ അസഹിഷ്ണുത മതങ്ങളുടെ ഇടയിൽ വർദ്ധിക്കാനുണ്ടായ ഈ പ്രധാന കാരണം എന്താണ്? ഒരു ഭാരതീയനായി ജനിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഭാരതത്തിന്റെ സത്ത എന്ന് പറയുന്നത് തന്നെ അതിഥി ദേവോ ഭവ, ഗസ്റ്റ് ഈസ് ലൈക്ക് ഗോഡ്. നമ്മുടെ അതിഥികൾ ദൈവത്തെ പോലെയാണ് നാം സ്വീകരിക്കുന്നത്. ഭാരതത്തിന്റെ 5000 വർഷത്തെ അഭിമാനപരമായ ചരിത്രം തന്നെയാണ്. അത് മാത്രമല്ല, നാം പറയാറുണ്ടായിരുന്നല്ലോ, വാസുദേവ കുടുംബകം, വേൾഡ് ഈസ് വൺ ഫാമിലി. ലോകത്തിലെ സകല മനുഷ്യരെയും ഒരുപോലെ കാണുന്നതാണ് ഭാരതത്തിന്റെ ചരിത്രം. ഉദാഹരണത്തിന് 5000 വർഷങ്ങൾക്ക് മുൻപാണ് ഭാരതത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. നാം എല്ലാവരും വന്നത് ടർക്കിയുടെ ഏരിയ എന്ന്, ടർക്കിയിൽ നിന്നാണ്. നാം എല്ലാം വിദേശീയരാണ്, നാം വിദേശത്ത് നിന്ന് വന്നവരാണ്. എല്ലാ വിദേശീയമായ ചിന്തകളെയും, ബോത്ത് ഐഡിയോളജീസ് ആൻഡ് ഐഡിയാസ്, ആശയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും 2 കൈയും നീട്ടി നാം സ്വീകരിച്ചവരാണ്. നല്ലതിനെ സ്വീകരിക്കുകയും തെറ്റായതിനെ തിരസ്കരിക്കുകയും ചെയ്ത ഒരു മഹത്തായ പാരമ്പര്യം ഭാരതത്തിനുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി മതത്തിന്റെ തീവ്രതയിൽ മതഭ്രാന്തന്മാർ, എല്ലാ മതവുമല്ല, ഭാരതത്തിലെ എല്ലാ മതങ്ങളും സഹിഷ്ണുതയുള്ളവരാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ബഹുസ്വരതയാണ് നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്. എല്ലാവരെയും സംയോജിപ്പിച്ച് സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുന്ന ആ പ്രത്യേകമായ നമ്മുടെ സ്വഭാവത്തിന് കഴിഞ്ഞ ചില വർഷങ്ങളായി വലിയ കോട്ടം സംഭവിച്ചിട്ടുള്ളത് നിർഭാഗ്യവശമാണ്. അത് മതത്തിന്റെ തീവ്രതയാണ്. എല്ലാ മതക്കാരുമല്ല, മതത്തിലെ ഫ്രിഞ്ച് കൂട്ടം നമ്മൾ പറയാം, ഫ്രിഞ്ചാണ്. ഏതാനും ചില മതഭ്രാന്തന്മാർ കൂട്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ന്യൂനപക്ഷത്തിന്റെ ചില ശക്തമായ കുൽസിത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് അന്തർദേശീയ തലത്തിൽ തന്നെ അപമാനം ഉണ്ടാകുന്നത്. നമുക്ക് ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതത്തിലേക്ക് വരാം. ഗ്രഹാം സ്റ്റെയിൻസിന്റെ മരണത്തെക്കുറിച്ച് താങ്കൾ എഴുതിയ പുസ്തകമാണല്ലോ ബേൺഡ് അലൈവ്. ജീവനോടുകൂടി ഈ ഭാരതത്തിലെ അതിഥി ദേവോ ഭവ എന്നുള്ള സംസ്കാരത്തെ വിശ്വസിക്കുന്ന ഭാരതീയരായ മനുഷ്യർ നമ്മളുടെ ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ അതിഥികളായ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തിൽ, ഭാരതത്തിന്റെ മറ്റൊരു സംസ്കാരമാണ് മരിച്ചവരെ കത്തിക്കുക എന്നുള്ളതാണ് ഭാരതത്തിന്റെ മറ്റൊരു സംസ്കാരം. എന്നാൽ നമ്മുടെ രാജ്യത്ത് അതിഥികളായി വന്ന ഈ വ്യക്തികളെ അതിഥികളായി കാണാതിരിക്കുകയും ചെയ്തു, ജീവനോടെ പച്ചയ്ക്ക് അവരെ ചുട്ടരിക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണല്ലോ ആ പ്രസിദ്ധമായ ബേൺഡ് അലൈവ് എന്ന ആ പുസ്തകം എഴുതിയത്. ആ പുസ്തക രചനയിലേക്ക് താങ്കളെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്റെ പ്രൊഫഷൻ, ഞാനൊരു പത്രപ്രവർത്തകനാണ്. ചില വർഷങ്ങളായി ഭാരതത്തിൽ നടന്നുകൊണ്ടിരുന്ന മനഃപൂർവമായ ക്രൈസ്തവ വേട്ട ഒരു പത്രപ്രവർത്തന നിലയിൽ ഞാൻ സൂക്ഷിക്കുകയും ഞാൻ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. അതെ, അതിന്റെ കൾമിനേഷൻ ഉള്ള നിലയിലാണ് 1999 ജനുവരി 22 നിർഭാഗ്യകരമായ ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അതുണ്ടായപ്പോൾ ഇതൊരു പുസ്തക രൂപേണ വരണം, ഇതിന്റെ നിജസ്ഥിതി ജനങ്ങൾ ഒരു വിധത്തിൽ അറിയണമെന്നുള്ള അതിയായ താല്പര്യം കൊണ്ടാണ് ബേൺഡ് അലൈവ് എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ രചിച്ചത്. ഇത് 16 ഭാഷകളിലും, ഇന്ത്യയിലെ 14 ഭാഷകളിലും ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിലും അത് ഉണ്ടായിരുന്നു. ഇത് ഇപ്പോ ഈയിടെ ലീസ്റ്റ് ഓഫ് ദീസ് എന്ന് പറഞ്ഞ ഒരു ഫിലിമും, ഒരു അന്തർദേശീയ ഫിലിമും
റിലീസ് ചെയ്യുവാൻ ഇടയായി. മലയാളത്തിൽ അഗ്നിയിൽ ഒരു ജീവബലി എന്നാണ് അതിന്റെ പേര്. ജോർജ് കോശി മൈലപ്രയുടെ ടീമാണ് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. ഇന്നത്തെ മത നേതാക്കന്മാർക്കെതിരായിട്ട് ഇതിനകത്ത് ഒരു വാക്കുപോലും ഇല്ലല്ലോ. എന്താ അത് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞില്ല, ഈ പുസ്തകം ഒരിക്കലും ആരെയും വ്രണപ്പെടുത്താനുള്ള പുസ്തകമല്ല. ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞു, ലെറ്റ് us burn hatred and spread the flame of love of Christ Jesus. ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞത് നമുക്ക് വിദ്വേഷം ചുട്ടരിക്കാം, സ്നേഹത്തിന്റെ ദീപം ഭാരതം മൊത്തം കൊണ്ടു നടക്കാമെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് എന്ന് ഞാൻ പറയുണ്ടായി. ഈ പുസ്തകത്തിന്റെ ചേതോവികാരം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം തുടർന്നും ഭാരതത്തിൽ സംജാതമായേ മതിയാവൂ. അതിനുള്ള പ്രാർത്ഥനയും അതിനുള്ള വിശകലനവുമാണ്. നമുക്കറിയാം, ഓസ്ട്രേലിയ പോലുള്ള ഒരു സമ്പന്ന രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ത്യയുടെ അവികസിതമായ ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ ഗ്രഹാം സ്റ്റെയിൻസ് കുടുംബമായി വന്ന് ഇവിടെയുള്ള ജനജീവിതങ്ങളോടൊപ്പം താമസിച്ച് അവരുടെ വേദനയിൽ പങ്കെടുത്ത് സമൂഹം വെറുത്തിരുന്ന, ഒറ്റപ്പെടുത്തിയിരുന്ന കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ നന്മയുടെ വഴിത്താരയിലേക്ക് അവരെയൊക്കെ നയിച്ചത്. സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്ന് ആൾക്കാർ സമ്പന്ന രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറി അവിടുത്തെ ജീവിത പശ്ചാത്തലങ്ങളിൽ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർ. എന്നാൽ ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെയുള്ള മിഷണറിമാർ അവരുടെ രാജ്യത്തിലെ സുഖലോലുപത എല്ലാം വിട്ട് ഈ ദാരിദ്ര്യം നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വന്ന് അവരിൽ ഒരാളായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ലോകപ്രകാരം ചിന്തിച്ചാൽ ഭോഷത്വമാണ്. ഇപ്രകാരമുള്ള ഭോഷത്വം എന്ന് ലോകം ചിന്തിക്കുന്ന ഈ കാഴ്ചപ്പാട് ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ പോലുള്ള മിഷണറിമാർക്ക് ഉണ്ടാവാനുണ്ടായ യഥാർത്ഥ കാരണം താങ്കളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? ക്രിസ്ത്യൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതൊരു വിരോധാഭാസമാണ്. സാധാരണ ഇന്ത്യയിൽ നിന്നും മറ്റ് ദരിദ്ര രാജ്യങ്ങളിൽ നിന്നും കുടിയേറാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു വിരോധാഭാസം. വളരെ ശരിയാ. അതുകൊണ്ടാണ് ഭാരതത്തിലെ ക്രൈസ്തവ ബൈബിൾ പ്രവർത്തകരുടെ സ്വഭാവവും അവരുടെ പശ്ചാത്തലവും നാം ഒന്നും മനസ്സിലാക്കേണ്ടത്. 1965 ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ആ വനിത നഴ്സിംഗ് പ്രൊഫഷൻ പഠിച്ച സഹോദരിയാണ്. 13ാമത്തെ വയസ്സിൽ തനിക്കൊരു വ്യത്യാസമുണ്ടായി. 13ാമത്തെ വയസ്സിൽ ബൈബിൾ വായിച്ചു. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവുമായി ഒരു പേഴ്സണൽ ബന്ധം, ഒരു വ്യക്തിബന്ധം ഉണ്ടായി, ഒരു ഏറ്റുമുട്ടലുണ്ടായി. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതമായി സ്വീകരിച്ചു. നല്ലപോലെ വായിക്കുമായിരുന്നു. വീട്ടിൽ ഒത്തിരി മിഷണറിമാരുടെ കഥകൾ കിട്ടുമായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞത്, ബാബു, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെയ്ത മിഷണറി കഥകളാണ്. അത് വായിച്ചു. എനിക്ക് ഇന്ത്യയിലേക്ക് പോകണമെന്നൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെ 1965 ഒരു സംഘടനയുള്ള ബന്ധത്തിൽ വരികയാണ്. പല സ്ഥലങ്ങളിൽ പോയി അവസാനം 1981 ഗ്ലാഡിസ് സ്റ്റെയിൻസ് അവിടെ എത്തുന്നത്. 1965 ഒരു ബിസിനസ്സിലായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് ബാരിപ്പാടയിൽ എത്തുന്നത്. അതിനു മുമ്പ് തന്നെ 1895 ബാരിപ്പാടയിൽ മയൂർഭഞ്ച് കുഷ്ഠരോഗ ഹോം ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് 125 വർഷമായി. 125 വർഷം മുമ്പ് ക്രൈസ്തവ അന്നത്തെ രാജാവ് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ആ മയൂർഭഞ്ച് മിഷൻ. പിന്നീട് ധാരാളം ബൈബിൾ പ്രവർത്തകർ വന്ന് അവരെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, എന്തിന് സമ്പന്നത വിട്ടിട്ട് ഇതിലേക്ക് വരണം? അതെ, അതാണ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ, സ്നേഹിക്കാൻ, അശരണർക്ക് ശരണമായിട്ടാണ് ഞാൻ വന്നത്. യേശുക്രിസ്തുവിന് പാപികളുടെ രക്ഷകൻ മാത്രമല്ല, മനുഷ്യന്റെ ഹോളിസ്റ്റിക് സർവീസ് ഈസ് റിക്വയർഡ്. മനുഷ്യന്റെ മൊത്തമായ സമൂല പരിവർത്തനത്തിന്, ബോഡി, സോൾ ആൻഡ് മൈൻഡ്, മനുഷ്യന്റെ മനസ്സ്, അവന്റെ ആരോഗ്യം, അവന്റെ എല്ലാ രംഗത്തും ഒരു സഹായം ചെയ്യുവാനുമാണ് യേശുക്രിസ്തു പറഞ്ഞ ആ ചേതോവികാരം. യേശുക്രിസ്തുവിന്റെ ശിഷ്യർ എന്ന നിലയിൽ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സമാധാനത്തിന്റെയും വാക്കുകൾ കൊണ്ടാണ് അവര് ഇങ്ങോട്ട് വന്നത്. അതാണ് അവരെ പ്രചോദിപ്പിച്ചത്. അങ്ങനെയാണ് ഭാരതത്തിലേക്ക് അവരെത്തുന്നത്. അതായത് ക്രിസ്തുവിനെ കർത്താവായിട്ട് നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നിന്നും ദൈവിക മഹത്വം വെടിഞ്ഞ് കർത്താവ് ഭൂമിയിലേക്ക് താഴ്മയുള്ളവനായി, ദരിദ്രനായി ജീവിച്ച ഇതുപോലെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം വിട്ടുകൊണ്ട് മനുഷ്യന്റെ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങാൻ കർത്താവ് ഹൃദയത്തിലുള്ളവർക്ക് കഴിയും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് താങ്കൾ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത്. പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, ഞാൻ ചെറുപ്പം മുതൽ കേട്ടിരിക്കുന്ന ഒരു ആരോപണം,
ഭാരതത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കോളനി വാഴ്ചയുടെ ഫലമായി അവര് ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ച ഒരു വിദേശ മതമാണ് ക്രിസ്തുമതം. യഥാർത്ഥത്തിൽ ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്, ഏകദേശം 200 വർഷത്തിലധികം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു. അവർ ഇന്ത്യയിൽ ക്രിസ്തുമതം അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ 3% താഴെ അല്ല, ഒരു 10-12% അല്ലെങ്കിൽ 10-15% ക്രിസ്ത്യാനികൾ ഇന്ന് ഭാരതത്തിൽ കാണുമായിരുന്നു. അപ്പോൾ നിർബന്ധിതമായിട്ട് ഈ കോളനി വാഴ്ചയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ക്രിസ്തുമതം അടിച്ചേൽപ്പിച്ചു എന്നുള്ള ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇത് അല്പം വിശദമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചരിത്രത്തെ ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ഒരു തമസ്കരണമാണ് ഇവിടെ നടത്തുന്നത്. അസത്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നുണയുടെ മേൽ ചരിത്രത്തെയും ഭാരതത്തെയും കെട്ടിപ്പിടിക്കാനുള്ള ഒരു കുൽസിത ശ്രമമുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ചരിത്രത്തിലേക്ക് നീങ്ങിയാണ്. ഭാരതം എന്ന് പറയുന്നത് ചെറിയ രാജ്യമൊന്നുമല്ല. ഭാരതം എസ്തേറിന്റെ പുസ്തകത്തിൽ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് 127 രാജ്യങ്ങൾ പേർഷ്യൻ രാജാവ് ഭരിച്ചിരുന്നു. അന്ന് മുതലേ ഭാരതമുണ്ട്. അതെ, ഭാരതം സിന്ധുസ്ഥാനാണ്. ഞാൻ പറഞ്ഞല്ലോ, BC 2500 ദ്രവീഡിയൻസ് വരുന്നു, പിന്നീട് ആര്യൻസ് വരുന്നു, പിന്നീട് 20 ഗോത്ര വിഭാഗങ്ങൾ വരുന്നു. ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, ഭാരതവും മറ്റ് രാജ്യങ്ങളുമായിട്ട് ധാരാളമായി ട്രേഡ്, വ്യാപാര സേവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ, ഭാരതത്തിലെ അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി അനേക ആളുകളുടെ വരുമാനം, പ്രധാനമായിട്ട് ഇസ്രായേലിൽ നിന്നും ഈ ശലോമോന്റെ കാലത്തും ദാവീദിന്റെ കാലത്തും BC 1000 മുതൽ തന്നെ ഭാരതത്തിൽ യഹൂദന്മാർ വരുമായിരുന്നു, റോമക്കാർ വരുമായിരുന്നു. ഈയിടെ കുറെ റോമൻ നാണയങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, മുസീരീസിൽ നിന്ന് കണ്ടുപിടിച്ചല്ലോ. നമ്മുടെ മുസീരീസ് എന്താണ്? നമ്മുടെ മുസീരീസിൽ ധാരാളം യഹൂദന്മാർ വരുമായിരുന്നു. ഭാരതത്തിലൊരു കാര്യമുണ്ട്. ഇതിലെ ഒരു ഇസ്രായേൽ അംബാസഡറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഭാരതത്തിൽ വാസ്തവത്തിൽ എക്സ്ക്ലൂസിവിറ്റി, ഒരിക്കലും ഭാരതത്തിൽ ഒരിക്കലും യഹൂദന്മാരെ ഉപദ്രവിച്ചിട്ടില്ല. യഹൂദന്മാരെ കൈനീട്ടി സ്വീകരിച്ചാണ് ഭാരതത്തിൽ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അതെ, എല്ലാ നല്ല പ്രത്യാശാസ്ത്രം നമ്മൾ സ്വീകരിച്ചിരുന്നു. അങ്ങനെ യഹൂദന്മാർ വന്നു. ആ യഹൂദന്മാരെ തേടിയാണ് മുസീരീസിലുണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു, അനേക സ്ഥലങ്ങളുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ യഹൂദന്മാരെ തേടിയാണ് ക്രിസ്തു ശിഷ്യനായിരുന്ന അപ്പോസ്തലനായ തോമസ് AD 52 നാം വിശ്വസിക്കുന്നു ഇവിടേക്ക് വന്നത്. അപ്പൊ രക്ഷ യഹൂദനിൽ നിന്ന് വരുന്നു. യഹൂദന്മാരെ തേടി തോമസ് അപ്പോസ്തലൻ, യഹൂദനായ തോമസ് വരുന്നു. എന്നാൽ എവിടെയുണ്ടായിരുന്ന മലയാളികളും മറ്റുള്ളവരും AD 50 സുവിശേഷം കേൾക്കുവാൻ ഇടയായി. AD 50 നും 60 നും ഇടയ്ക്ക് ഇവിടെ ബർത്തലോമിയോ എന്ന് പറഞ്ഞ ആള് ബോംബെക്ക് അടുത്ത് കല്യാണിലും വന്നു. അപ്പോ ഇവിടേക്ക് വന്നത് യഹൂദന്മാരെ തേടി വന്ന സുവിശേഷം 2000 വർഷത്തെ പാരമ്പര്യം നമുക്കുണ്ട്. അതെ, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകം വായിച്ചാലും, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പുസ്തകം വായിച്ചാലും, അബ്ദുൽ കലാം പറഞ്ഞതും ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞതും ഈ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഈ വിദേശ മേൽക്കോയ്മകളുടെ കുത്തകകളുടെ ചെരുപ്പ് നക്കികളല്ല അവരുടെ. വി ആർ നോട്ട് ദി റെമനൻസ് ഓഫ് ദീസ് ഫോറിൻ എംപയേഴ്സ്, ബട്ട് 2000 വർഷത്തെ പാരമ്പര്യം ഭാരതത്തിലെ കേസുണ്ടെന്ന് ഈ നേതാക്കന്മാരെല്ലാം ഉച്ചസ്ഥരം പറഞ്ഞ കാര്യമാണ്. അതിനെതിരായിട്ടുള്ളതെല്ലാം വെറും മനഃപൂർവ്വം കെട്ടിച്ചമച്ചിരിക്കുന്ന കഥകളാണ്. ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഒരിക്കലും ഒരു ബ്രിട്ടീഷുകാരൻ ഇവിടെ ഒരു ക്രൈസ്തവ മിഷന് വരുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് 1813 വരെ നിയമപരമായി ഒരൊറ്റ മിഷണറി ഇവിടെ വരുവാൻ അനുവദിച്ചിരുന്നില്ല. 1793 മിഷണറി വില്യം കേരി ഇവിടെ വന്നപ്പോ ഹൂഗ്ലി നദിയിൽ കറങ്ങേണ്ടി വന്നു. അദ്ദേഹത്തെ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു 3 പ്രാവശ്യം. അതുകൊണ്ട് 25 കിലോമീറ്റർ അകലെയുള്ള സെറാംപൂരിൽ അദ്ദേഹം അഭയം തേടി. ഇതാണ് ചരിത്രം. അതുകൊണ്ട് ഒരു വാക്ക് ഞാൻ പറയട്ടെ, ക്രൈസ്തവ മിഷണർമാർ, ബൈബിൾ പ്രവർത്തകർ, അല്ലെങ്കിൽ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ വിദേശ മേൽക്കോയ്മകളുടെ ശേഷിപ്പുകൾ അല്ല. അതായത് ഇവിടെ വന്ന മിഷണറിമാരുടെ ആശയവും ബ്രിട്ടീഷുകാരുടെ ആശയവും തമ്മിൽ ബന്ധമുള്ളതായിരുന്നില്ല എന്നാണ് സാർ പറഞ്ഞു വന്നത്. ഇതോട് ബന്ധപ്പെട്ട് തന്നെയാണ് എനിക്ക് വേറെ സംശയമുള്ളത്. കാരണം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ്, രണ്ടല്ല അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും
പരസ്പര ബന്ധമില്ലാത്ത രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന, എന്നാൽ കുറച്ച് സാദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. സാറിന്റെ അന്വേഷണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും തമ്മിലുള്ള വ്യത്യാസം? ക്രിസ്തു മതമില്ല, ക്രിസ്തു മതം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഞാൻ അഗസ്റ്റിൻ പറഞ്ഞതാണ് എനിക്ക് സന്തോഷം. മാർഗമാണ്, ഇറ്റ്സ് എ വേ. കാരണം ആദ്യകാലത്ത് 2000 വർഷം മുമ്പ് ജെറുസലേമിലെ എല്ലാ സ്ഥലങ്ങളും ആ മാർഗക്കാരെന്നാ പറഞ്ഞത്, പീപ്പിൾ ഓഫ് ദ വേ എന്നാ പറഞ്ഞത്. അത് മാത്രമല്ല കേരളത്തിലോ തന്നെയായിരുന്നു. ഈ മാർഗം കളി എങ്ങനെയാ വന്നത്? മാർഗം കളി ആ മാർഗക്കാരെന്നായിരുന്നു. മാർഗക്കാരായിരുന്നു ക്രിസ്തു ഭക്തരെ വിളിച്ചിരുന്നത്. ക്രിസ്തു മതം പിന്നീട്, മതം മനുഷ്യനുണ്ടാക്കിയതാണ്. നിർവചനം അനുസരിച്ച് മതം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ തേടുന്നു, തെറ്റില്ല, ദൈവത്തെ തേടുകയാണ്. എന്നാൽ ദൈവം മനുഷ്യനെ തേടി വന്നതാണ് ക്രിസ്തു. അതുകൊണ്ടാണ് മാർഗം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഭാരതത്തിൽ നാം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ഒരു പ്രാർത്ഥനയാണ് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ, എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ, എന്നെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കണമേ. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി 5000 വർഷമായി ഭാരതീയൻ പ്രാർത്ഥിക്കുന്നു, ഉത്തരം കേട്ടില്ല. എന്നാൽ ആ പ്രാർത്ഥന കേട്ട ഒരു മനുഷ്യനുണ്ട്, ദൈവം യേശു ക്രിസ്തു. അത് കേട്ടിട്ടാണ് യേശു ക്രിസ്തു മറുപടിയായിട്ട് 2000 വർഷം മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ മാർഗം. അപ്പോ ക്രിസ്തു മതമല്ല, ക്രിസ്തു മാർഗമാണ്. ക്രിസ്തു മതം യേശു ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. സകല ലോകരുടെയും പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. വേറൊരു കാര്യം എന്താ നാം പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പാപോകം പാപകർമ്മോകം പാപാത്മാ പാപ സംഭവ. ഞാൻ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിച്ചു, പാപത്തിൽ മരിച്ചാൽ ഞാൻ നരകത്തിൽ പോകും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, സർവരുടെയും പാപത്തിനായി ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചു. എന്നാൽ യേശു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാന ജീവനാണ് നമ്മുടെ ജീവനാധാരം. അത് മതമല്ല, ഇത് മാർഗമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരും. വരുന്നത് വരെ ലോകത്തിൽ സകല സ്ഥലത്തും പോകണം. അപ്പൊ ക്രിസ്തു മതം പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല, പ്രചരിപ്പിക്കുകയല്ല, ഈ മാർഗം പറയണം. അതുകൊണ്ടാണ് തോമസ് ലീഹായും അതിനുശേഷം ധാരാളം ബൈബിൾ പ്രവർത്തകരും ഇന്ത്യയിലേക്ക് വന്നു. എന്നാൽ പിന്നീട് ഞാൻ അതിന്റെ വിശദമായി അവരെന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. അവര് മാർഗമായിട്ടാണ് കൊണ്ടുവന്നത്, മതമായിട്ടല്ല. തീർച്ചയായിട്ടും നല്ലൊരു അറിവാണ് ആ വിഷയത്തിൽ സാറ് പകർന്നു തന്നത്. കാരണം വളരെയധികം ക്രിസ്തീയ ലോകത്ത് പോലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആശയമാണ് സാർ ഇവിടെ സത്യസന്ധമായിട്ട് പറഞ്ഞത്. നമുക്ക് വീണ്ടും ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരാം. സാറ് ഈ മനോഹർപൂർ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ സംഭവത്തോടൊക്കെ ബന്ധപ്പെട്ട് പുസ്തകമൊക്കെ എഴുതണമെങ്കിൽ അവരും ആ കുടുംബത്തോടും അവരുടെ നാട്ടുകാരോടൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. സാറിന്റെ അന്വേഷണത്തിൽ ഈ ഗ്രഹാം സ്റ്റെയിൻസിനെയും നിഷ്കളങ്കരായ ഈ മക്കളെയും ചുട്ടുകരിക്കാൻ ഒരു ദയയും കൂടാതെ നിഷ്കരുണം വധിക്കുവാൻ എന്ത് കുറ്റമാണ് അവർ ചെയ്തതായി സമൂഹം ആക്ഷേപിച്ചത്? അവിടെയുള്ള ജനത്തിന്റെ ഹൃദയത്തിൽ ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും സ്ഥാനം എന്താണ്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദാരാ സിംഗിന്റെ മനോഭാവം എന്താണ്? അത് കേവലം അദ്ദേഹത്തിന്റെ സ്വന്തമായ താല്പര്യമായിരുന്നോ, അതോ മറ്റുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് താൻ അവരുടെ കയ്യിൽ ആയുധമായിട്ട് താൻ പ്രവർത്തിച്ചതാണോ? ആരായിരുന്നു ഈ ക്രൂരകൃത്യത്തിന്റെ പിന്നിലെ കറുത്ത കരകൾ? ആരുടേതായിരുന്നു? 34 വർഷമാണ് ഗ്രഹാം സ്റ്റെയിൻസ് ഇവിടെ സേവനമഴിച്ചത്. 58-ാം വയസ്സിലാണ് ഈ പ്രശ്നം ഉണ്ടായത്, നിർഭാഗ്യവശാൽ. അതെ, അത് പൊടുന്നനെ ഉണ്ടായതല്ല. ഞാൻ ആ ഭാഗങ്ങളിൽ പോയിരുന്നു, അനേക പത്രപ്രവർത്തകരെയും കളക്ടർ ഉൾപ്പെടെ അനേക പ്രിയപ്പെട്ടവരെ കാണുകയും, അത് മാത്രമല്ല ധാരാളം പത്രപ്രവർത്തകർ അന്തർദേശീയമായിട്ട് അവർ വന്നു. അവരെഴുതിയ ധാരാളം ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ KR നാരായണൻ അന്ന് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ലോക ചരിത്രത്തിൽ തന്നെ കറുത്ത അക്ഷരത്തിൽ കുറിച്ചു വെക്കേണ്ട ഒരു കുറ്റകൃത്യമാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് KR നാരായണൻ പ്രസിഡന്റ് പറഞ്ഞതാണ്, കുഷ്ഠരോഗികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇത്തരത്തിലൊരു ക്രൂരവധത്തിന് വിധേയരാക്കിയത് ഭാരതം ഏത് തരം സഹനത്തിനും മാനുഷികതയ്ക്കും പ്രസിദ്ധമാണോ അതിന് അപകീർത്തികരവും ലജ്ജാകരവുമായ സംഭവമാണ്. അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് എന്താണെന്നറിയാമോ? ലജ്ജ കൊണ്ട് എന്റെ തല ഞാൻ താഴ്ത്തുന്നു. ഇതിനെക്കുറിച്ച് വിശദമായി
ഒരു ജഡ്ജ്മെന്റ് ചെയ്ത വാദ്വ കമ്മീഷണർ ജസ്റ്റിസ് വാദ്വ പറഞ്ഞത് ലജ്ജ കൊണ്ട് ഭാരതീയരുടെ തല താഴ്ത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പൊടുന്നനെ ഉണ്ടായതല്ല. അതിനു മുമ്പ് ചില വർഷങ്ങളായിട്ട് ആ നിർഭാഗ്യവശാൽ ചില മത തീവ്രവാദികൾ എന്ന് തന്നെ ഞാൻ പറയാം, എല്ലാ മതവും ആ മതത്തിലെ ചില തീവ്രവാദികൾ ക്രൈസ്തവരെല്ലാം വിദേശീയരാണെന്നും വിദേശ മേൽക്കോയ്മകളുടെ പിന്നാടികളാണെന്നും പറഞ്ഞിട്ട് അവരിവിടെ മതപരിവർത്തനം വരുത്തുന്നുണ്ട്, അവരെ നിഷ്കാസനം ചെയ്യുവാനുള്ള ശ്രമമാണ്. അതിനൊരു നേതാവായിട്ട് വന്നത് രവീന്ദ്രപാൽ സിംഗ്. അദ്ദേഹം നമ്മുടെ ശ്രീ സത്യപാൽ സിംഗിന്റെ അതേ സംസ്ഥാനക്കാരനാണ്, ഉത്തർപ്രദേശാണ്. ഇത്താവ എന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഒരു അധ്യാപകനാണെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വന്നിട്ട് ക്യോഞ്ചോറിൽ വന്നിട്ട് അനേക പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും എതിരായിട്ട് തന്നെ അനേക പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഗോ നിയന്ത്രണത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരു വലിയ നേതാവായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോ പല സാക്ഷികളും പറഞ്ഞത് ഈ ദാരാ സിംഗ് എന്ന് പറയുന്ന സിംഗ് ബജ്രംഗ് ദളിന്റെയും RSSന്റെയും BJPയുടെയും BSPയുടെയും പ്രവർത്തനത്തോട് ബന്ധിച്ചിരുന്നുവെന്ന്. അത് നമുക്ക് പ്രശ്നമല്ല. എന്നാൽ വാദ്വ കമ്മീഷൻ ജസ്റ്റിസ് വാദ്വ പറഞ്ഞത് അതിനുള്ള തെളിവുകൾ തനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമുക്കതൊരു പ്രശ്നമല്ല. ഏത് മതത്തോടോ ഏത് സംഘടനയോടോ ബന്ധമാണെന്നുള്ളതല്ല. നമ്മുടെ വിഷമം ഏത് പ്രത്യയശാസ്ത്രമായിരുന്നു താൻ കൊണ്ടു നടന്നത്. ഞാൻ വിശ്വസിക്കാത്തവരെ ചുട്ടരിക്കുന്ന പ്രത്യയശാസ്ത്രം, മനസ്സാക്ഷി, അത് നമ്മെ ഒന്ന് ചിന്തിപ്പിക്കേണ്ടതാണ്. എന്തിന് 34 വർഷം 58 വയസ്സുള്ള ആ മനുഷ്യൻ 9ഉം 6ഉം വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ചു? അവരെന്താണ് തെറ്റ് ചെയ്തത്? അതിനു മുമ്പ് ധാരാളം പേരവരെ ദാങ് ഡിസ്ട്രിക്റ്റിലും ഒക്കെ അടിച്ചമർത്തുന്ന ഒരു പ്രവണതയായിരുന്നു ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോ ഗ്രഹാം സ്റ്റെയിൻസിനെതിരായിട്ട് വലിയ ആരോപണം ഉണ്ടായിരുന്നു. ഇദ്ദേഹം നേരത്തെ കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ നിങ്ങളെ നശിപ്പിക്കും, സൂക്ഷിച്ചോ എന്ന്. പലപ്പോഴും ചില കുടുംബങ്ങൾ, ചില പ്രിയപ്പെട്ടവര് ആ ഗ്രഹാം സ്റ്റെയിൻസിനെയും കൂട്ടരെ അറിയിച്ചിരുന്നു. അവർ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി ചുട്ടരിയപ്പെടണമെന്നാണ് ദൈവഹിതമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരുടെ നിസ്തുലമായ സേവനം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോ കൊടുന്തിനെ ഉണ്ടായതല്ല, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, പ്രത്യാശത്തിന്റെ ബഹിർസ്ഫുരണങ്ങളായിട്ടാണ് ഈ ചുട്ടരിക്കലിനെ നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. ഈ ദാരുണ സംഭവത്തെ ലോക രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഭാരതത്തെക്കുറിച്ച് ഒരു ലോക ജനത്തിന്റെ മുന്നിൽ തന്നെ അപമാനമുണ്ടായ സംഭവങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനെ എതിരായിട്ട് അപലപിച്ചിട്ടുണ്ട്. പക്ഷെ അന്തർദേശീയ തലത്തിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? അന്തർദേശീയമായിട്ടും നിർഭാഗ്യവശാൽ അന്തർദേശീയമായ എല്ലാ രാജ്യത്തു നിന്നും അവര് ഇത് പാടില്ല, ഭാരതത്തിന്റെ ഏകസ്വരതയ്ക്ക്, ബഹുസ്വരതയ്ക്ക്, ഐക്യത്തിന് അത് വിഘാതമാകുന്നവരെല്ലാവരും, സകല രാഷ്ട്രക്കാരും അത് പറയുന്നുണ്ട്. രാഷ്ട്രനായകന്മാരെല്ലാം വിളിച്ചു. അങ്ങനെയായിരുന്നല്ലോ. ഗവൺമെന്റ് അതിൽ ഇടപെട്ടു. ഗവൺമെന്റ് ഇതിനൊന്നും ടാസിറ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഒരിക്കലും പറയത്തില്ല. മഹത്തായ ഭാരതത്തിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സർക്കാർ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മതഭ്രാന്തന്മാർ ചെയ്യുന്നതിന് എല്ലാ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കാൻ ഒക്കത്തില്ലല്ലോ. സർക്കാർ നിയമപരമായ നടപടികൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ദാരാസിംഗ് അദ്ദേഹത്തെ ലോവർ കോർട്ട് പറഞ്ഞത് തൂക്കിക്കൊല്ലാനാണ്. എന്നാൽ ക്രൈസ്തവരും ലാഡ്സ്റ്റെയിൻസ് ഉൾപ്പെടെ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആൾക്കാരാണ്. ഏതായാലും അടുത്ത മുകളിലത്തെ കോർട്ട് പറഞ്ഞില്ല, ജീവപര്യന്ത തടവിന് അദ്ദേഹം ഇപ്പോ ജയിലിലാണ് കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. ലോക രാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞത് ഇദ്ദേഹത്തിനെ ഇത് ഭാരതത്തിന്റെ സഹിഷ്ണുത, ദ ടോളറൻസ് ദാറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് എന്നാണ് അവര് എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഞാൻ ഒരു കാര്യം അക്കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. മിഡ് ഡേ പൊളിറ്റിക്കൽ എഡിറ്ററായിരുന്ന അഭയ് മോഗാശി ഇങ്ങനെ പറയുകയുണ്ടായി, ഗ്രഹാം സ്റ്റുവാർട്ട് സ്റ്റെയിൻസ് എന്ന ആസ്ട്രേലിയൻ മിഷണറി മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നോ എന്ന് എനിക്ക് നിശ്ചയമില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് തീർച്ചയുണ്ട്, മൃഗങ്ങളെക്കാൾ നികൃഷ്ടരായി, ബന്ധുക്കൾ പോലും ഉപേക്ഷിച്ച് കളഞ്ഞ കുഷ്ഠരോഗികളെ പരിചരണം കൊണ്ട് മനുഷ്യ വ്യക്തികളാക്കി പരിവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മനുഷ്യരെ പോലെ ജീവിക്കുവാൻ കുഷ്ഠരോഗികളെ സഹായിച്ചു. അതായത് ഇങ്ങനെ ചെയ്യുന്നവരെ എന്തിനു ചുട്ടരിക്കുന്നു ചോദിച്ചാൽ എനിക്കിത് മനസ്സിലായി. ഇത് വെറും ഭ്രാന്താണ്. തീർച്ചയായിട്ടും സാർ ഈ ലെപ്രസി മിഷൻ സന്ദർശിച്ചിട്ടുണ്ടല്ലോ, ബാരിപ്പടയിലുള്ള ലെപ്രസി മിഷൻ. അവിടുത്തെ അന്തേവാസികളെ കണ്ടിട്ടുണ്ടാവും.
അതുപോലെ തന്നെ മനോഹർപൂരിലുള്ള പൊതുസമൂഹത്തെ കണ്ടിട്ടുണ്ടാകും. അവരോടൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, വിശേഷിച്ച് ഈ ലെപ്രസി മിഷനിലെ അന്തേവാസികളോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഈ ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും? ഗ്രഹാം സ്റ്റെയിൻസിന് ഇവരുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എന്താ? ഞാന് ഒരു വരെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാം. ഞാൻ ചെയ്ത കുട്ലുമാജി, സരിത, അവര് പഴയ കുഷ്ഠരോഗികളായിരുന്നു. അവര് കുഷ്ഠരോഗം മാറി. അതില് കുട്ലുമാജിയുടെ, സരിതയുടെ ഒരു വാക്കുകൾ ഞാൻ പറയാണ്. ഈ ഭവനം, ഈ മയൂർഭഞ്ച് ഭവനം അടച്ചു പൂട്ടുകയാണെങ്കിൽ കുഷ്ഠരോഗികളായ ഞങ്ങൾ എവിടെ പോകും? മതത്തിന്റെ പേരിൽ പോർവിളി നടത്തുന്ന ഇവര് ആരെങ്കിലും എവിടെയെങ്കിലും കുഷ്ഠരോഗ ഭവനങ്ങൾ തുറന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീർ പോലും വീഴ്ത്താൻ തയ്യാറില്ലാത്ത ഇക്കൂട്ടർ തന്നെയാണ് മതത്തിന്റെ പേരിൽ ഞങ്ങളെ അനാഥരാക്കി തീർക്കുന്നത്. സ്റ്റെയിൻസും ദാദായും അദ്ദേഹത്തിന്റെ മക്കളും ചെയ്ത തെറ്റെന്താണ്? ഈ മതഭ്രാന്തന്മാർ ഞങ്ങളോട് പറയട്ടെ, അതിനീചമായ ഈ അരുങ്കലം ചെയ്യാൻ അവർക്ക് എങ്ങനെ മനസ്സുവെന്ന് ഓർത്തോളൂ. അവർക്ക് ദൈവ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഗവൺമെന്റിന്റെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ വിഭു പ്രസാദ് പറഞ്ഞത്, ഗ്രഹാം ശരിക്കും ഒരു മാന്യനായിരുന്നു. ജനങ്ങളോടും അവരുടെ ആവശ്യങ്ങളോടും സഹാനുഭൂതി പുലർത്തിയിരുന്ന ഒരാൾ. ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടെ അദ്ദേഹം ചെയ്തിരുന്നു എന്ന് പറഞ്ഞത്. ഒരു കാന്തിക ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗ്രഹാം ഒറിയ ഭാഷയിൽ സംസാരിക്കുന്നത് അന്ധനായി ആയ ഒരാൾ കേട്ടാൽ അതൊരു വിദേശിയാണോ എന്ന് സംശയിക്കും, ഒരിക്കലും സംശയിക്കുകയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മ, ഈ പ്രോസിക്യൂട്ടറുടെ അമ്മ പറഞ്ഞത്, ഗ്രഹാം അവിവാഹിതനായിരുന്ന കാലത്ത് തന്നെ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. പിന്നീടാണ് ഗ്ലാഡിസ് വന്നത്. നല്ലൊരു വീട്ടമ്മയും മക്കളെ പരിരക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുമായ മാതാവായിരുന്നു അവർ. എത്ര ദൈവാനുഗ്രഹമുള്ള ഒരു ഭവനം! എന്റെ കൊച്ചുമക്കളോടൊപ്പം ആ കുട്ടികൾ പതിവായി കളിച്ചിരുന്നു. നിഷ്കളങ്കരും ഊർജ്ജസ്വലരുമായ കുട്ടികൾ. അവരോട് ഇങ്ങനെ ചെയ്യാൻ ഈ മതഭ്രാന്തന്മാർക്ക് എങ്ങനെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ കരയുകയുണ്ടായി. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. കളക്ടറായിരുന്ന ബാലകൃഷ്ണൻ, ആർ ബാലകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ത്യ ടുഡേയോട് പറഞ്ഞതാണ്, അവരുടെ മൃതശരീരങ്ങൾ കണ്ടപ്പോൾ ജീവിക്കാനുള്ള അഭിലാഷം എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ഇത്ര ആർദ്രമായ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന അവരെയാണ് ചുട്ടരിച്ചത്. ഇത്ര ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു കുടുംബമായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിൻ്റെത്. പക്ഷെ ഇന്നും അദ്ദേഹത്തെ കുറിച്ച് ആരോപിക്കുന്നത് ആ ബാരിപ്പടയിലുള്ള ഏകദേശം 125 വർഷം പഴക്കമുള്ള ആ ലെപ്രസി മിഷന്റെ മറവിൽ, ഈ ഗ്രഹാം സ്റ്റെയിൻസ് വന്നതിന് ശേഷം അദ്ദേഹം ഈ ലെപ്രസി മിഷന്റെ മറവിൽ ശക്തമായ നിലയിൽ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു മതമല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ പേരിൽ സേവനം ചെയ്യുന്നു. ആ സേവനങ്ങളുടെ യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് പറയും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ക്രൈസ്തവ ധർമ്മമാണ്. യേശു ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് നോബഡി ഞാൻ പറയട്ടെ, എനിക്ക് അഗസ്റ്റിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കൂ. എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കും? എന്നാൽ ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ, കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റമാണ്. 2014 മോദിജി അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞത്, ദിസ് വോട്ട് ഈസ് ഫോർ ചേഞ്ച്. പരിവർത്തനം ഉണ്ടാവണം. അപ്പൊ എല്ലാ ചേഞ്ചും വേണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പണ്ട് ഭാരതീയർ നമ്മളെല്ലാരും കോണകമല്ലേ എടുത്തുകൊണ്ടിരുന്നത്? കോണകത്തിൽ എന്തിനാ കുർത്തായിലേക്ക് ഇപ്പൊ മാറി? മണിക്കൂറുകൾ മറിയുമ്പോഴേ കുർത്ത ഇടുമല്ലേ? എന്തിനാ? വസ്ത്രധാരണമൊക്കെ പഠിപ്പിച്ചത് ആരാ? ക്രൈസ്തവ മിഷണറിമാരാ, ബൈബിൾ പ്രവർത്തകരാ. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അപ്പൊ പരിവർത്തനം എന്ന് പറയുന്നത് എന്റെ മൗലിക അവകാശമാണ്. അല്ലാതെ എനിക്ക് മറ്റൊരാളെ പെടുത്താൻ ഒക്കത്തില്ല. ഇപ്പൊ എത്രയോ പുതിയ പ്രോഡക്റ്റ് വരുന്നു, എത്രയോ പുതിയ കാര്യങ്ങൾ വരും. അതിനെപ്പറ്റി അവർ മാർക്കറ്റ് ചെയ്യുന്നു, അതിനെപ്പറ്റി പറയുന്നു. അത് എനിക്ക് ഇഷ്ടമെങ്കിൽ സ്വീകരിക്കുക. അത് മാത്രമല്ല, അത് സ്വീകരിക്കാനുള്ള അടിസ്ഥാന അവകാശം, പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ആർട്ടിക്കിൾ 25 പറഞ്ഞിരിക്കുന്നത് എന്താ? യു ഹാവ് എവരി റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. നീ വിശ്വസിക്കുന്ന ഏത് കാര്യങ്ങളും പറയുവാനും പ്രചരിപ്പിക്കുവാനും പ്രാവർത്തികമാക്കുവാനുള്ള അവകാശം നമ്മുടെ ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തന്നെ എന്താണ് സ്വീകരിക്കണം, എന്താണ് തിരസ്കരിക്കണം എന്നുള്ളത് എന്റെ മനുഷ്യന്റെ മൗലിക അവകാശമാണ്. എന്റെ മൗലിക അവകാശത്തെയാണ് ധ്വംസനം ചെയ്തത്. അത് പാടില്ല. ഇവരാരും നിർബന്ധമായിട്ട് ആരെയും പരിവർത്തനം ചെയ്തിട്ടില്ല. ഈ അടിസ്ഥാനപരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഞാൻ അവിടെ എല്ലാം പോയിട്ടുണ്ട്. ഒരൊറ്റ പോലീസ് സ്റ്റേഷനിലും ഗ്രഹാം സ്റ്റെയിൻസിനെതിരായിട്ടോ
ആ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഒരൊറ്റ കേസ് മതപരിവർത്തനത്തിന്റെ കേസില്ല. മതപരിവർത്തനം നിർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിയമപരമായ നടപടിയെടുക്കാനുള്ള എല്ലാ നിയമസാധ്യതകളും നമ്മുടെ സർക്കാരിനുണ്ട്, നമ്മുടെ നിയമജ്ഞന്മാരും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കേസ് 125 വർഷമായ മയൂർഭഞ്ച് മിഷനിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സത്യപാൽ സിംഗ് ആണെങ്കിൽ വേറെ ആരെങ്കിലും ഇത് അടിസ്ഥാനപരമായ ആരോപണം ദയവ് ചെയ്ത് ഉന്നയിക്കരുത്. സത്യത്തിനെതിരാണിത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തിന്റെ മുഖം ലോകത്തിൽ എവിടെയും വികൃതമാണ്, ഭാരതത്തിലും വികൃതമാണ്. യഥാർത്ഥത്തിൽ ഈ മിഷണറി പ്രവർത്തനങ്ങൾ ഭാരതത്തിന്റെ സംസ്കാരത്തെ, പാരമ്പര്യത്തെ എല്ലാം നശിപ്പിച്ചു എന്നുള്ള ആരോപണം വർഷങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുക. ഓരോ വർഷം കഴിയുന്തോറും ആരോപണങ്ങൾ വിവിധ തലങ്ങളിൽ ശക്തമാകുന്നുണ്ട്. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് താങ്കൾ ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്ന പ്രസിദ്ധമായ പുസ്തകം എഴുതിയത്. ഭാരതത്തിന്റെ സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ രംഗങ്ങളെ ഈ ഇന്ത്യയിൽ വന്ന മിഷണറിമാർ, ദൈവസ്നേഹവുമായി വന്ന മിഷണറിമാർ നശിപ്പിക്കുകയായിരുന്നോ അതോ പുരോഗതിയിലേക്ക് നയിക്കുകയായിരുന്നു? ധാരാളം കാര്യങ്ങൾ താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ടാവും. ഞാൻ ഏകദേശം 10 വർഷം ഗവേഷണം നടത്തിയ ഒരു വിഷയമാണിത്. ചില നാളുകൾക്ക് മുമ്പ് ഒരു മിഷണറി പറഞ്ഞു, ഒരു മന്ത്രി പറഞ്ഞു, ക്രൈസ്തവ മിഷണന്മാര് ഭാരതത്തിന്റെ സംസ്കാരത്തെ തച്ചുടച്ചു എന്ന്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദി ഭാഷയില്ല. പോട്ടെ, അത് മാത്രമല്ല ഞാനപ്പോ ചെയ്തത്, ഞാൻ ലിംഗ്വിസ്റ്റിക്സിലാണ് എന്റെ PhD. ഞാൻ ലിംഗ്വിസ്റ്റിക്സ് ചെയ്തു, അതെ, നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ഞാനത് PhD ചെയ്യാനുള്ള ഒരു കാരണം, ഇത് ശരിയാണോ? ഈ മന്ത്രി ഹിന്ദി ഭാഷയിൽ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ. അപ്പോ നമ്മുടെ ഭാഷകളുടെ വികസനം ഞാൻ നോക്കി. ഭാഷകൾ, നമ്മുടെ തദ്ദേശീയ മാതൃഭാഷകളുടെ വികസനമാണ് നോക്കിയത്. അങ്ങനെയാണ് ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്ന പുസ്തകം ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും മറ്റ് 30 രാജ്യങ്ങളിൽ പോയി ഗവേഷണം നടത്തി. ഇതാണ് ഞാൻ എഴുതിയ തീസിസ്. വലിയ പുസ്തകമാണ്, 900 പേരുണ്ട്. ലെറ്റ് ദെയർ ബി ഇന്ത്യ, ലെറ്റ് ദെയർ ബി ഇന്ത്യ. ഇത് മലയാളത്തിലുണ്ട്. ഇതിപ്പോ 9 ഭാഷകളിൽ വന്നിട്ടുണ്ട്. ഇത് അധികരിച്ചുള്ള വീഡിയോകളും വരുന്നുണ്ട്. മലയാളത്തില് ഇതാണ് എഴുതിയത്, ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി, ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി. അപ്പോ ഇതില് ഞാൻ 1-2 കാര്യം പറഞ്ഞിട്ട്, നമുക്ക് 1652 ഭാഷകളുണ്ട്. ആ ഭാഷകളിൽ 220 ഭാഷകളിലെ ലിപിയുണ്ട്. ആ 220 ഭാഷകളിൽ ആധുനിക ലിപി കൊണ്ടുവന്നു. ഞാൻ ആധുനിക ലിപി എന്ന് പറയാം, പണ്ട് ആർക്കൈക്കൊക്കെ ഉണ്ടായിരുന്നു. ആധുനിക ലിപി കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷണന്മാരാ, ബൈബിൾ പ്രവർത്തകരാണ്. കർത്താവിനെ, യേശുവിനെ സ്നേഹിക്കുന്ന, ബൈബിളിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരാണ്. നമ്മുടെ നിർഭാഗ്യവശാൽ ആര്യന്മാരിവിടെ വന്നപ്പോ ദ്രാവിഡന്മാരെയൊക്കെ തട്ടു ഉതച്ചുകൊണ്ട് അവർ അത്ഭുത വിദ്യരായിരുന്നു. അവർ വന്ന് ഇവിടെ കാസ്റ്റീസം, ജാതി വ്യവസ്ഥയുണ്ടായി. അവർ പറഞ്ഞു ബ്രാഹ്മണന്മാർ ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് വന്നു, ക്ഷത്രിയൻ തോളിൽ നിന്ന് വന്നു, വൈശ്യൻ തുടയിൽ നിന്ന് വന്നു, ശൂദ്രൻ കാലിൽ നിന്നും, അതിന്റെയും താഴെ ചണ്ടാളന്മാർ, അതിന്റെയും താഴെ. അത് എവിടെയാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ, അവരോടൊക്കെ ചോദിക്കണം ഇത് പറയുന്നവർ. അങ്ങനെ ജാതി വ്യവസ്ഥ കൊണ്ടുവന്നിട്ട് ബ്രാഹ്മണന്മാർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിനിധികളാണ്, ദൈവത്തിന്റെ അടുത്ത് പോണേ, ഞങ്ങളുടെ അടുത്ത് വരണം. അത് മാത്രമല്ല, ഞങ്ങൾക്കറിയാവുന്ന ശ്ലോകങ്ങൾ പറയണം, ഞങ്ങളാണ് രഹസ്യം, ദൈവത്തിന്റെ രഹസ്യം ഞങ്ങളുടെ പാവങ്ങളെ ഉടച്ചു. അവർ മാത്രമല്ല, സംസ്കൃതം അറിയാമായിരുന്നു. സംസ്കൃതത്തിന്റെ പ്രാകൃത രൂപങ്ങൾ, സംസ്കൃതത്തിൽ പാലിയായ പ്രാകൃത രൂപങ്ങൾ. അപ്പൊ സംസ്കൃതത്തിൽ അവർ പറഞ്ഞു, ഈ സംസ്കൃതം എന്തെന്നറിയാമോ? ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഷയാണ്, ബ്രാഹ്മണ ഭാഷയാണ്. അബ്രാഹ്മണൻ അത് പറയാൻ പാടില്ല. അബ്രാഹ്മണൻ അത് പറഞ്ഞാൽ അവന്റെ നാക്ക് വീഴണം. അബ്രാഹ്മണൻ അത് കേട്ടാൽ ചൂടുള്ള ഈയം ഉരിച്ചൊഴിക്കണം. ഇതായിരുന്നു ഇന്ത്യ. ബ്രാഹ്മണന്മാരുടെ വനിതകൾക്ക് പോലും, ഭാര്യമാർക്ക് പോലും അത് പറയാൻ അവകാശം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു കാര്യം കേട്ടോ, അതിനേക്കാൾ വിഷമകരമായത്, ഭാരതീയ ഭാഷകളെല്ലാം, നമ്മുടെ മാതൃഭാഷകളെല്ലാം മ്ലേച്ഛത എന്ന വാക്ക്, അബോമിനിഷ. വേറൊരു ഭാഷ മ്ലേച്ഛയോ? പാവപ്പെട്ടൻ പറയുന്നത് എന്ന ഭാഷ മ്ലേച്ഛമോ? അങ്ങനെയായിരുന്നു. അങ്ങനെ മ്ലേച്ഛ ഭാഷ എന്നാ നമ്മുടെ ഭാഷകളെല്ലാം. മലയാളം മ്ലേച്ഛ ഭാഷയായിരുന്നു പോലും. ശരിയാണ്, തമിഴന്മാരോട് ചോദിച്ചോ, ഒത്ത അടി വാങ്ങിക്കും. അങ്ങനെ. എന്നാൽ ഇവിടുത്തെ ബ്രാഹ്മണന്മാർ പറഞ്ഞത് എന്താണ്? ഇതെല്ലാം മ്ലേച്ഛ. അതുകൊണ്ട് ആരും അത് ഡെവലപ്പ് ചെയ്യരുത്, വികസിപ്പിക്കരുത്. അതിനെക്കാട്ട് കഷ്ടമാണല്ലോ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്താ, അവർ ഉറുദുവും പേർഷ്യനും മതി എന്ന് പറഞ്ഞു. ഇവിടുത്തെ പേർഷ്യനും ഉറുദു ആയിരുന്നു ഇവിടുത്തെ കോടതികളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ക്രൈസ്തവ മിഷണറിമാർ, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് വന്ന് പറഞ്ഞു, ഇല്ല, നമ്മുടെ ഭാഷകൾ വികസിപ്പിക്കണം. മനുഷ്യന്റെ മാതൃഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണ്, അവിടെ വേണം ഇത് വികസിപ്പിക്കണമെന്ന്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കും ഇവിടുത്തെ ഉന്നത ജാതിക്കാർക്കും എതിർ നിന്നുകൊണ്ട് വില്യം കേരി ആദ്യമായവരാണ് കഴിഞ്ഞ 200 വർഷമായിട്ട് ഭാരതീയ ഭാഷകൾ വികസിപ്പിച്ചത്.
വില്യം കേരി തന്നെ ഇവിടെ 41 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, 42 വർഷം ഉണ്ടായിരുന്നു. 41 ഭാഷകൾക്ക് താൻ വികസിപ്പിച്ചു. വാസ്തവത്തിൽ സംസ്കൃതത്തിന്റെയും ബംഗാളിയുടെയും മറാഠിയുടെയും ആദ്യത്തെ പ്രൊഫസർ വില്യം കേരി 1800 വില്യം കേരി ആയിരുന്നു, ഒരു ഇന്ത്യക്കാരനായിരുന്നില്ല. മലയാളത്തിലെ മലയാളം തന്നെ എങ്ങനെയാ, പഴയ മലയാളം ഉണ്ടായിരുന്നു, അഭിമാനത്തോട് പറയട്ടെ. എന്നാൽ മലയാളം എന്നുള്ള വാക്കുപോലും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് മലയാണ്മയും മലയാഴ്മയും ഉണ്ടായിരുന്നു. മലയാളം എന്ന് പറയുന്ന കേരള ഭാഷയ്ക്ക് മലയാളം നൽകിയത് ബൈബിൾ പ്രവർത്തനായിരുന്ന ഹെർമൻ ഗുണ്ടർട്ടാ. എന്താ പിന്നെ നമുക്ക് ഉരുണ്ട അക്ഷരം എഴുതിയതാര? ബെഞ്ചമിൻ ബെയ്ലിയാണ് നൽകിയത്. നമ്മൾ പറയാറുണ്ടല്ലോ, ബെഞ്ചമിൻ ബെയ്ലിയുടെ ഉരുളിയിലുള്ള ഉരുളയാണ് ഇന്നും പ്രസ്സുകാർക്ക് താല്പര്യം. മനോഹരമായി. അപ്പോ ഹെർമൻ ഗുണ്ടർട്ട് എന്ത് തന്നു? നമുക്ക് ഗ്രാമർ പുസ്തകം തന്നു, ഡിക്ഷണറി തന്നു, ചരിത്ര പുസ്തകങ്ങൾ തന്നു. ആദ്യത്തെ പത്രമാരാ തന്നത്. അപ്പൊ ആദ്യമേ അവർ ചെയ്തത് ഭാഷയെ വികസിപ്പിച്ച 6 രീതിയിലാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു വേണം. 1, നമ്മുടെ ഭാഷയ്ക്ക് ആധുനിക ലിപി തന്നു. ആർക്കേക്ക് ലിപി ഉണ്ടായിരുന്നു, പ്രാകൃത ലിപി ഉണ്ടായിരുന്നു. ആധുനിക, ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധുനിക ലിപി ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മാതൃഭാഷ നൽകിയത് ക്രൈസ്തവ മിഷണന്മാരാണ്, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. 2, ഗ്രാമർ വ്യാകരണം എല്ലാത്തിനും ഉണ്ട്, വ്യാകരണ പുസ്തകം തന്നു. 3, നമുക്ക് പ്രോസ്, ഒരൊറ്റ ഭാഷയിലും ഗദ്യം ഉണ്ടായിരുന്നില്ല. ഗദ്യം ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിന്റെ സംഭാവനയാണ്. 3, നമുക്ക് സ്കൂളുകൾ ആസച്ച് ഉണ്ടായിരുന്നത്. നമുക്ക് സ്കൂളുകൾ തുടങ്ങി. സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്ക് വേണ്ടേ? ടെക്സ്റ്റ് ബുക്ക് സൊസൈറ്റി തുടങ്ങി. അതിനുശേഷം ഈ പുസ്തകങ്ങൾ എല്ലാം കയ്യെഴുത്ത് പ്രതികളായാലൊക്കത്തില്ലല്ലോ. അവരെന്ത് ചെയ്തു? ആ പുസ്തകങ്ങൾ അടിക്കുവാനുള്ള പ്രിന്റിംഗ് പ്രസ് ഇവിടെ കൊണ്ടുവന്നു. 1556 ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം പ്രിന്റിംഗ് പ്രസ് മാത്രമല്ല, പത്രങ്ങൾ തുടങ്ങി. നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ടാണല്ലോ രാജ്യസമാജം ആദ്യത്തെ പത്രം. അപ്പൊ എന്ത് ചെയ്തു? ഭാഷ ആധുനികവൽക്കരണം ചെയ്തു. ഇതെല്ലാം തന്നെ ആധുനിക ഭാരതത്തെ സൃഷ്ടിച്ചു. അപ്പൊ ഒരു വാക്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞാലും ശരി, സത്യം ഇതാണ്, നവഭാരതം സൃഷ്ടിച്ചത് ബൈബിൾ പ്രവർത്തകരാണ്, ബൈബിളാണ്. അപ്പോൾ ഈ നവഭാരത സൃഷ്ടിയുടെ പിന്നിൽ മിഷണറിമാർ പ്രവർത്തിച്ചതുകൊണ്ട് ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനവിഭാഗം, ചൂഷണം ചെയ്യപ്പെടുന്ന ജനവിഭാഗം, അവർക്കൊക്കെ അവകാശബോധത്തിലേക്ക് വരുവാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അവർക്ക് ഉയർന്ന തലത്തിൽ ചിന്തിക്കുവാനും സാമൂഹിക സാംസ്കാരികമായ മാറ്റങ്ങൾ നേടാനും ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഇടയായി തീർന്നിട്ടുണ്ട്. അതിലുള്ള അസൂയ പൂണ്ട ഒരു ന്യൂനപക്ഷം മതഭ്രാന്തുള്ളവർ ഇന്ത്യയെ ഒരു പൂർവീകരണത്തിലേക്ക് നയിക്കുവാൻ, പഴയ അവസ്ഥയിലേക്ക് നയിക്കുവാനുള്ള ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയല്ല ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തെ ശക്തമായിട്ട് എതിർക്കുന്നത്. അത് തന്നെ എന്ന് പറയാം. നിർഭാഗ്യവശാൽ മനുവാദത്തിലേക്ക് ഭാരതം തിരിഞ്ഞു പോവുകയാണെന്ന് ഞാൻ സംശയിക്കുകയാണ്. സങ്കടത്തോട് പറയട്ടെ. അത് മതത്തിന്റെ ഭാഗമല്ല. മനുവാദം എന്ന് പറയുന്നത് മനുഷ്യനെ ചൂഷണം ചെയ്യുകയാണ്, മനുഷ്യനെ അടിമത്തത്തിലേക്ക്, ജാതി വ്യവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇന്നലെ എന്താ സംഭവിച്ചത്? UP-യിൽ ശ്രദ്ധിക്കുക. ദളിതനും മാർജിനലൈസ്, പാർശ്വവർത്തികളായ ആൾക്കാർക്കും ജീവിക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യം വീണ്ടും സംജാതമാണ്. എന്തിനാ ഈ മിഷന്മാരെ ഇറക്കുന്നത്? മാത്രമല്ല, പാവപ്പെട്ടവന് ഭാഷ പറയാൻ അനുവദിക്കാത്തല്ലോ. ഉപ്പെന്ന് പറയാൻ മലയാളിക്ക് ഒക്കത്തില്ലായിരുന്നു, ശൂദ്രന് പറയാൻ ഒക്കത്തില്ലായിരുന്നു. ഉപ്പെന്ന് പറഞ്ഞ ഒരു ശൂദ്രനെ ഒരു ബ്രാഹ്മണൻ കൊന്ന കഥ പാലക്കാട് നമുക്കറിയാം. എന്തിനാ? എന്റെ പുസ്തകം ഒന്നും വായിക്കണ്ട, കേരളത്തിലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ എഴുതി വായിക്കുക, അത് നോക്കുക. ഉപ്പെന്ന് പറയാൻ ഒക്കത്തുള്ള അത് മാത്രം. എല്ലാവരും പല മേഖല. ഒന്നാമത് യാത്ര ചെയ്യുന്നതിന് ഒരു ശൂദ്രന് ബ്രാഹ്മണൻ നടക്കുന്ന വഴിയാ പോകാൻ ഒക്കത്തില്ലായിരുന്നു. പോ 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 എന്ന് പറയും, ഹോ 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 പറഞ്ഞു പോകണമായിരുന്നു. ഒരു ഈഴവന് എവിടെയാ NSSന്റെ അവിടെ പോകാൻ പോലും ഒക്കത്തില്ലായിരുന്നു. 1000 അടുത്ത് പോകാൻ ഒക്കത്തില്ല. എത്ര? 95 അടി. വേറൊരാൾക്ക് 116 അടി, 30 അടി. എന്നാൽ കാലം മാറ്റിയത് ആരാണ്? അപ്പൊ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ക്രൈസ്തവ മിഷന്മാരാണ്. ഇഷ്ടംപോലെ ചരിത്രമുണ്ട്. അത് മാത്രമല്ല, ഭാഷ പറയുവാന്, ഭാഷയെ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്ത് ഭാഷ ആധുനികവൽക്കരണം. 2 ഒരു ജനകീയവൽക്കരണം നടത്തി ഭാഷ ആർക്കും വായിക്കാമെന്നുള്ള അവസരം നൽകി. അത് മാത്രം സമാനവൽക്കരണം വരുത്തി. അതായത് തൃശ്ശൂരും തലശ്ശേരിയിലും തിരുവനന്തപുരത്തും നാം പറയുന്ന മലയാളം എഴുതുമ്പോൾ നാം പല രീതിയിൽ നാം പറയുമെങ്കിലും എഴുതുമ്പോൾ സമാനവൽക്കരണം നടത്തി. അപ്പൊ ജനകീയവൽക്കരണവും സമാനവൽക്കരണവും ഭാഷയ്ക്ക് നൽകിയത് ക്രൈസ്തവ. ഓർത്തോ കേരളത്തിന്റെ സ്ഥിതി. ഐ ആം ടോക്കിംഗ് അബൌട്ട് 200 years. ഇതൊന്നും നമ്മൾ ഈ ആനച്ചന്തമെന്ന് പറയണം, എന്റെ പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വാസ്തവത്തിൽ സത്യം ഇതാ, ഞാൻ അതായിരുന്നു ഇതായിരുന്നു. ആരോഗ്യ മേഖലയിൽ ഇതുപോലെ തന്നെ അവരുടെ സംഭാവനകൾ വലുതല്ലേ?
തീർച്ചയായിട്ടും ഇന്നും 89% ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ പ്രവർത്തകരാണ്. 82% വിദ്യാഭ്യാസ രംഗത്ത് അവരാണ് പ്രവർത്തിക്കുന്നത്. സ്കൂളും കോളേജും തുടങ്ങി യൂണിവേഴ്സിറ്റി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ കിൻഡർ ഗാർട്ടൻ ഇവിടെ ആരാ കൊണ്ടുവന്നത്? കിൻഡർ ഗാർട്ടൻ പണ്ഡിത രമാബായി പൂനായിലാണ് കൊണ്ടുവന്നത് 1890-കളിൽ. കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കിൻഡർ ഗാർട്ടൻ കഴിഞ്ഞ് അത് ഏറ്റവും കൂടിയത് ആരാ? യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ആരാ കൊണ്ടുവന്നത്? വില്യം കേരി. 1818 ആദ്യത്തെ യൂണിവേഴ്സിറ്റി, ഏഷ്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സറാംപൂർ കൽക്കട്ടയ്ക്ക് അടുത്ത് തുടങ്ങുന്നത്. 1857 മൂന്ന് ഇന്ത്യയിലെ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റി. 1857 ബോംബെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി ആൻഡ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. ആ സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ മോഡലിലാണ് ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങുന്നത്. അപ്പം കിൻഡർ ഗാർട്ടൻ മുതൽ യൂണിവേഴ്സിറ്റി വരെ നൽകിയ ബൈബിൾ പ്രവർത്തകർക്ക് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ തന്നെ എന്റെ അനുഭവം ഞാൻ പറയട്ടെ. 90 വർഷം മുമ്പ് എന്റെ പത്തനംതിട്ടയിലെ മൈലപ്രായിലെ ചെറിയ ഗ്രാമത്തിൽ ബൈബിൾ പ്രവർത്തകർ വന്നു. എന്റെ പിതാവ് അല്പം വസ്തു കൊടുത്തു, അവിടെ സ്കൂൾ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ബ്രദറൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് 5ാം ക്ലാസ് വരെ. അതിനുശേഷം കത്തോലിക്ക സ്നേഹിതർ വന്ന് അവിടെ ഹൈസ്കൂൾ തുടങ്ങി. അതിനുശേഷം യാക്കോബക്കാർ വന്ന് പത്തനംതിട്ട കോളേജ് തുടങ്ങി. അങ്ങനെ സ്കൂളിലും കോളേജിലും പഠിച്ച ബാബു വർഗീസായി അനേക രാജ്യങ്ങളിൽ പോകാൻ ഇടയാക്കി. ഏക കാരണം ബൈബിളിനെ സ്നേഹിക്കുന്ന ബൈബിൾ പ്രവർത്തകരായ ക്രൈസ്തവ മിഷണർമാരുടെ വന്നു ഭാരതത്തിന് നിസ്തുല്യമായ സേവനം നൽകി വികസിപ്പിച്ചത് കൊണ്ടാണ്. എന്റെ മാത്രം കഥയല്ല, ഈ ഭാരതത്തിലെ മിക്കവാറും എല്ലാ നേതാക്കന്മാരുടെയും കഥ ഇതാണ്. ഞാൻ അനേകർക്ക് ഞാൻ ഈ പുസ്തകം കൊടുത്തു. മൻമോഹൻ സിംഗിന് കൊടുത്തു, ഞാൻ BJP-യിലെ നേതാക്കന്മാർക്ക് കൊടുത്തു, അനേകർക്ക് ഞാൻ ഈ പുസ്തകം കൊടുത്തു. അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ ക്രൈസ്തവ സ്കൂളിലാണ് പഠിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ അഭിമാനം. പ്രൈവറ്റ് ആയിട്ട് എന്നോട് പറയും അതിൽ അഭിമാനമുണ്ട്. എല്ലാവരും പറയും ഞങ്ങൾ ക്രൈസ്തവ മിഷന്മാരോട് നന്ദിയുള്ളവരാണ്. നന്ദിയില്ലാത്ത ചിലരുണ്ട്, ക്ഷമിക്കാം, എന്തു ചെയ്യാം. അതാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. താങ്കളുടെ ചരിത്രപരമായ അന്വേഷണത്തിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഭാരതത്തിലെ ഒരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ഒരു ഭൂരിപക്ഷത്തെ കൊണ്ടുവരുവാൻ വേണ്ടി ബോധപൂർവമായി ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് താങ്കൾ ദീർഘകാലമായി പത്രപ്രവർത്തനവും ചരിത്ര അന്വേഷകനൊക്കെ ആയതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു ചിന്ത ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടോ? സങ്കടകരം പറയത്തിലാണ്, അതാണ് സത്യം. സങ്കടകരം. ഭാരതം ഇന്ന് പോകുന്നത് വലിയൊരു അരാജകത്വത്തിലേക്കാണ്. ബഹുസ്വരമായ അന്യോന്യം സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും സഹായിച്ചും കഴിഞ്ഞ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുക. വെള്ളപ്പൊക്കം വന്നപ്പോ, കോവിഡ് വരുമ്പോ ചിലരൊക്കെ അതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്ത് സ്നേഹമായിരുന്നു അല്ലേ? കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. APJ അബ്ദുൽ കലാം പറഞ്ഞത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ തുടർന്ന സ്കൂളുകളാണ് ഭാരതത്തിൽ മൊത്തം മാതൃകയാണെന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ കേരളത്തിൽ വളർന്നവനും പ്രവർത്തിച്ചവനുമാണ്. തുമ്പയിലായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സ്കൂളുകൾ, പള്ളിക്കൂടം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഇവിടെ എങ്ങനെയാ വന്നത്? പള്ളിയുടെ കൂടെ ചേർന്ന കൂടങ്ങളാണ്. അപ്പോ ആ കേരളത്തിലെ സ്കൂൾ അദ്ദേഹം പറഞ്ഞേ there is a യൂണിറ്റി ഓഫ് ദി ഹാർട്ട്സ്. അദ്ദേഹം പറഞ്ഞു മുസ്ലിമും യഹൂദന്മാരും ഹിന്ദുക്കളും എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു സ്കൂള്, അതാണ് ഭാരതത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ എന്നാൽ അതിന്ന് മാറി എനിക്ക് നിനക്ക് എന്നുള്ളത് ഭാരതത്തിലെ വളരെ അഭിമാനകരമായി ഒന്നിച്ച് ജീവിച്ചവരെ തല്ലി പിരിപ്പിച്ച് വിവിധ വിഭാഗീയ ചിന്ത കൊണ്ടുവന്ന് വർഗീയത എന്നതിന്റെ വിഷം ചീറ്റി ഭാരതത്തെ നശിപ്പിക്കുന്ന ഈ പ്രവണത നാടിന് നന്മയല്ല, നാശമാണ്. ഡിവൈഡഡ് വി ഫോൾ, യുണൈറ്റഡ് വി വിൻ. അല്ലയോ? അങ്ങനെയല്ലയോ പറയുന്നത്? വിഘടിച്ചു നിന്നാൽ നാം പരാജയപ്പെടും, ഒരുമിച്ച് നിന്നാൽ നാം വിജയിക്കും. തീർച്ചയായിട്ടും. അതെന്തുകൊണ്ട്? എന്തിനെന്ന് ഡിവിഷൻ? നമുക്ക് ഒന്നിച്ചെന്ന് കൂടെ. ഞാൻ പറയുന്നല്ലോ 138 കോടികൾ ആരും എന്തും വിശ്വസിക്കട്ടെ, അതിനുള്ള മൗലിക അവകാശം എനിക്കില്ലേ? ഭരണഘടന സ്വാതന്ത്ര്യം ആരെന്തിന് സ്വാതന്ത്ര്യം എനിക്കുന്നു? ഞാനൊരു ഇതൊന്ന് നാട് നന്നാക്കാനല്ല അഗസ്റ്റിനെ, ഇതൊന്നും നാടെന്ന് ഈ നേതാക്കന്മാരെല്ലാം കാണിക്കുന്ന പണം ഉണ്ടാക്കണം, അധികാരം വേണം. ഇത് പണമാ. ഹണി, ഇറ്റ്സ് ഓൾ അബൌട്ട് മണി നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം പണമാണ്. അപ്പൊ അധികാരം എന്നത് പണമാണ്, അധികാരമാണ്. ഇതെല്ലാം മനുഷ്യനെ നന്നാക്കാനാ? നമ്മൾ കണ്ടല്ലോ. അച്ഛേദി നായക കണ്ടല്ലോ. എവിടെ?
ആർക്കും. ഞാനൊന്ന് പറയട്ടെ, അച്ഛേദിൻ ലോകത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു BJPക്കും ഒരു ട്രംപിനും നെതന്യാവിനും കൊണ്ടുവരാൻ ഒക്കത്തില്ല. അച്ഛേദിൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അച്ഛേദിൻ കൊണ്ടുവരാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു പോയിട്ട് പറഞ്ഞു, ഞാൻ ഇനിയും വരുമെന്ന്. 1000 ആണ്ട് യേശുക്രിസ്തു ഇവിടെ വാഴാൻ പോവുക. ജെറുസലേം കേന്ദ്രമാക്കി യേശുക്രിസ്തു 1000 ആണ്ട് വാഴുമ്പോഴാണ് അച്ഛേദിൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ നേതാക്കന്മാരോടും ഭാരതീയരോടും ലോകത്തിലെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, യേശുവിൽ ഇന്ന് വിശ്വസിക്കുക, നല്ല സേവനം ചെയ്യുക, കുഷ്ഠരോഗികളെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹത്തോടെ കാണുക. വേറൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതിനെയും നീ സ്നേഹിച്ച് യേശുവിന്റെ സ്നേഹം, ക്രൂശിലെ സ്നേഹം പകർന്നു കൊടുക്കുക. ഒരു ചീട്ടത്തടിച്ചാൽ മറ്റേ അടുത്ത് കാണിച്ചു കൊടുക്കുന്ന സ്നേഹം പറഞ്ഞാൽ നായക മഹത്തായ ഭാരം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ കഴിയും. ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ വധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ആ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്തോ? ഇപ്പോൾ അവർ എവിടെയാണ്? അവരെന്ത് ചെയ്യുന്നു? അവരെ കുറിച്ചുള്ള ഇപ്പോഴത്തെ വിവരങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. വാസ്തവത്തിൽ അവർ ചെയ്തപ്പോ ആദ്യമേ അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായപ്പോ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭർത്താവും മക്കളും ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണ് അവരുടെ ജീവൻ ബലിയർപ്പിച്ചത്. ഭാരതം എനിക്ക് സ്വന്തം വീടാണ്. സാധുക്കളെ സഹായിച്ചുകൊണ്ട് ഇവിടെ തന്നെ തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. 11 വയസ്സുള്ള പെൺകുട്ടി എസ്തേർ പറഞ്ഞല്ലോ, ക്രിസ്തുവിനു വേണ്ടി മരിക്കുവാൻ എന്റെ പിതാവിനെ യോഗ്യനായി പരിഗണിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്തു. ഈ പടമാണ് അവര് മിഡ് ഡേയുടെ ഫോട്ടോഗ്രാഫർ. ഈ പടമാണ് എന്റെ വീട്ടിൽ വന്നെടുത്തത്. അത് ചുരിദാറിട്ട് അവരുടെ പടം കാണുക. ഇതാണ് അവര് എന്റെ വീട്ടിൽ വന്ന് എടുത്തതാണ്. ഇതാ അവരെങ്ങനെയാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഗ്ലാഡിസ് സ്റ്റെയിൻസിന് ഒരിക്കലും തിരിച്ചു പോകണമെന്ന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ പോകേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. എന്നെ പിന്നീട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നിർഭാഗ്യവശാൽ, ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ്, നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ വിസ കൊടുക്കുന്നില്ല. ഞാൻ പ്രിയ സത്യപാൽ സിംഗിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഞാൻ അഡ്രസ് കൊടുക്കാം, ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം. സത്യപാൽ സിംഗ് ജി, പ്ലീസ്, വാസ്തവത്തിൽ പറഞ്ഞത് തെറ്റാണെന്ന് യേശുവിനോടും അവരോടും ക്ഷമ ചോദിച്ച ശേഷം അവരെ നിങ്ങൾ വിളിക്കണം. സത്യപാൽ സിംഗ് വിളിച്ചിട്ട് ലോക്സഭയിൽ ആദരിക്കണം. ആദരിച്ചു പറയണം, നിങ്ങളുടെ സേവനങ്ങളെ അഭിനന്ദിക്കുന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് വിസ കൊടുത്ത് കൊണ്ടുവന്ന് നാം ആദരിക്കണം. അതാണ് ആവശ്യം. അവർക്ക് വരാൻ താല്പര്യമുണ്ട്. ആ 11 വയസ്സായ പെൺകുട്ടി അവരുടെ ആഗ്രഹം ഇന്ത്യയിലേക്ക് വരണമെന്നാണ്. അവൾ എന്തായി? അവൾ പഠിച്ചു, വളർന്നു, ഒരു മെഡിക്കൽ ഡോക്ടറായി. വേറൊരു മെഡിക്കൽ ഡോക്ടറെ വിവാഹം കഴിച്ചു. 3 മക്കളുണ്ട്. അവിടെ മെഡിക്കൽ ഡോക്ടേഴ്സ് കഴിയുന്നു. ഒരിക്കൽ പറഞ്ഞു, അവരുടെ എല്ലാ ഹൃദയം, ഞങ്ങൾ ഹോ ലാംഗ്വേജ് പറയുമായിരുന്നു, ഞങ്ങൾ ഒറിയ ഭാഷ പറയുമായിരുന്നു. അവിടേക്ക് തിരികെ വന്ന് ഞങ്ങളുടെ സ്നേഹിതരായ ആ കുഷ്ഠരോഗികളെ കാണണമെന്നുള്ള ആഗ്രഹം അവരുടെ ഹൃദയത്തിലുണ്ട്. അവരുടെ അപ്പനും അവരുടെ 2 സഹോദരന്മാരും ജീവൻ നൽകിയെങ്കിൽ, ഭാരതത്തെ സ്നേഹിച്ചെങ്കിൽ അവരുടെ ഹൃദയത്തിന് യാതൊരു വ്യത്യാസമില്ല. ഭാരതമേ കേഴുക, നമ്മെ സ്നേഹിച്ച, ഭാരതത്തെ ഭാരതമാക്കിയ ബൈബിൾ പ്രവർത്തകരെ നിങ്ങൾ നിന്ദിക്കരുത്. നന്ദി പറഞ്ഞില്ലെങ്കിലും ചുട്ടരിക്കരുത്. സത്യപാൽ ജി, ദയവേദി അസംബന്ധം പറയരുത്. ഞങ്ങൾ ക്ഷമിക്കും, ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ചുട്ടരിക്കപ്പെടുവാൻ തയ്യാറാണ് ഞങ്ങൾ. സ്നേഹത്തിന്റെ ദീപമാണ് ഞങ്ങൾ ഭാരതത്തിന് നൽകിയത്. ചരിത്രം അതാണ്. സോറി, ഞാൻ ഇമോഷണലായി, ഞാൻ വൈകാരികമായി, എനിക്ക് നിവർത്തിയില്ല. കാരണം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സത്യം പലപ്പോഴും നിലവിളിക്കാറുണ്ട്. അത് പലപ്പോഴും അസത്യത്തിന്റെ കെട്ടുപാടുകളിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ്. എന്നാൽ ആ സന്ദർഭങ്ങളിലും ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടാണ് കർത്താവിന്റെ മിഷണറിമാർ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. അവർക്ക് പകയില്ല, വൈരാഗ്യമില്ല. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ ഭീകരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെട്ടിട്ടും ആ സ്ത്രീ ഒരിക്കലും ഒരു പകയുടെയോ വൈരാഗ്യത്തിന്റെയോ ആൾരൂപമായി തീർന്നില്ല. കർത്താവ് കാൽവരി കുരിശിൽ മനുഷ്യവർഗത്തോട് കാണിച്ച അതേ സ്നേഹം തന്നെ തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി തന്റെ ഭർത്താവിനെയും മക്കളെയും അകറ്റിയ ആ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കാപാലികരോട്, ആ ദുഷ്ടരോട് ക്ഷമിക്കാൻ കാട്ടിയ ആ വലിയ മനോഭാവമാണ് ഇന്നും ഭാരതത്തിലെ അല്ല ലോകത്തിലെ തന്നെ മിഷണറി പ്രവർത്തനങ്ങളെ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ആധാരം. കാരണം നമ്മോട് കർത്താവ് ക്ഷമിക്കാനാണ് പറഞ്ഞത്. പീഡനങ്ങളുടെ മധ്യത്തിലൂടെ ക്രൈസ്തവ സഭ കടന്നുപോയ ചരിത്രം ധാരാളമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെല്ലാം ക്രിസ്തീയ മിഷണറിമാരും ദൈവദാസന്മാരും പീഡിപ്പിക്കപ്പെടുന്നതോറും അവർ ശക്തമായിട്ട് പ്രസംഗിച്ചിട്ടേ ഉള്ളൂ. സുവിശേഷത്തിന്റെ ശബ്ദം ലോകത്തിന്റെ വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് അത് ചെന്നിട്ടേ ഉള്ളൂ. ജീവിതങ്ങൾ അത് പരിവർത്തനം നടത്തിയിട്ടേ ഉള്ളൂ.
ആ ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ് പ്രിയ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളത്. ഇന്നും ഭാരതത്തിൽ ഒരുപാട് സുവിശേഷ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും വരുന്നുണ്ട്. അപ്രകാരമുള്ള വ്യക്തികളോട് എന്താണ് സാറിന് പറയാനുള്ളത്? പീഡനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി 360-ലധികം പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. അതും റെക്കോർഡാണ്, ഗവൺമെന്റ് റെക്കോർഡിലാണ്. പീഡനം തുടരും. ക്രിസ്തു തന്നെ പറഞ്ഞു, പെർസിക്യൂഷൻ ഈസ് പാർട്ട് ഓഫ് യുവർ കോൾ. നിന്റെ വിളിയുടെ ഭാഗമാണ്. നമുക്കത് പ്രശ്നമല്ല. പക്ഷേ സ്നേഹത്തിന് ക്രിസ്തു തന്നെയല്ലേ വരും. പാപികൾക്ക് വേണ്ടി മരിച്ച സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം. പീഡനം തുടരുകയാണ്. നിർഭാഗ്യവശം ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഹൈന്ദവരാരും ക്രിസ്ത്യാനികളെ കൊല്ലുന്നവരാണ്. ഹിന്ദുത്വ എന്ന് പറയുന്ന ഹൈന്ദവ തത്വമേ അല്ല. ഏതാനും ചില, ഞാൻ കാബാലിന് വാക്ക് വയ്ക്കുന്നില്ല, ഭീകരന്മാരാണ്. ഈ ഐഡിയോളജി മറ്റുള്ളവരെ ചുട്ടരിക്കുന്ന, കൊല്ലുന്ന, പീഡിപ്പിക്കുന്ന ആ പ്രത്യയശാസ്ത്രം ഹിന്ദുക്കൾ ചെയ്യത്തില്ല. ഹിന്ദുക്കൾ എന്റെ സ്നേഹിതർ എന്തുപോലും പേര് സ്നേഹിതരാണ്, ഹിന്ദുക്കളുണ്ട്. ഇതാരും ഒന്നിച്ചില്ല. ഇവിടെ ഇങ്ങനെ ഹിന്ദു എന്നോ ക്രിസ്തു എന്നോ മുസ്ലിമാനോ കേരളത്തിലും ഇന്ത്യയിൽ വ്യത്യാസമില്ല. എല്ലാവരും ഒന്നിച്ച് കഴിഞ്ഞ 5000 വർഷമായി ജീവിച്ചു. വെറും താൽക്കാലിക സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഹിന്ദു മതത്തെ ഉപയോഗിക്കുകയാണ്. ഹിന്ദു മതം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സഹോദരത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും മതമാണ്. പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ, ഇതിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ആരെങ്കിലും എന്തു പറഞ്ഞിട്ട് അവര് നിങ്ങളെ ചട്ടുകങ്ങളാക്കി ഉപയോഗിക്കുകയാണ്, ദേശത്തെ നശിപ്പിക്കുകയാണ്. നമുക്ക് സമാധാനം കൈവരുവാൻ ശ്രമിക്കട്ടെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, ബോംബെയില് വലിയ ബോംബും ഒക്കെ പ്രശ്നം ഉണ്ടായപ്പോ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ ഒന്നിച്ച് പള്ളികൾ തുറന്ന് വീടുകളിലേക്ക് കയറ്റിയത് ക്രിസ്തു ഭക്തരാണ്. ഇന്നും അതാണ് ചെയ്യുന്നത്. ആഹാരം നൽകുന്നത് ഏത് പള്ളിയും ഏത് സഭാസ്ഥാപനങ്ങളും ഏത് ക്രൈസ്തവ വീടുകളും മറ്റുള്ളവർക്ക് ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിന്റെ വാക്കുകളാണ്, സഹോദരത്തിന്റെ വാക്കുകളാണ്. അത് തുടരുവാൻ ഞങ്ങളെ ദയവ് ചെയ്ത് അനുവദിക്കണം. ക്രിസ്ത്യാനിയാണെന്നും മുസ്ലിമാണെന്നും പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ആരെയും ഉപദ്രവിക്കണം. നമ്മളെല്ലാം ഭാരതീയരാണ്. നാഷണലിസം എന്ന് പറയുന്നത് ഒരുത്തന്റെയും കുത്തകയല്ല. എന്നും രാവിലെ ഞങ്ങളുടെ വൈകിട്ടും നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നാം. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈയിടെ ഞാനൊരു BJP പ്രവർത്തനോട് ചോദിച്ചു. എന്റെ ഒത്തിരി BJP ഫ്രണ്ട്സ് ഉണ്ട് ഇവിടുത്തെ. അവരോട് ഞാൻ ചോദിച്ചു, ഇന്ന് രാവിലെ നമ്മുടെ മോദിജിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അമിത്ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിക്കുമോ? ഞങ്ങൾ അങ്ങനെയും ചെയ്യത്തില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. കാരണം ബൈബിളിലുണ്ട്, സകല അധികാരികൾക്ക് വേണ്ടി, പോലീസ് ഓഫീസേഴ്സിന് വേണ്ടി, ഡിഫൻസിന് വേണ്ടി, നിയമപാലകർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി, അതേത് അധികാരികളുമായിട്ട് അവരെ ദൈവം യേശുക്രിസ്തു തീരുമാനിച്ചത്. ഈ ലോകത്തിലെ സകല അധികാരികളെയും യേശു ക്രിസ്തുവാണ് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. ഞങ്ങളെ രാജ്യദ്രോഹികളെ ഞങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? രാജ്യദ്രോഹികൾ. നാഷണലിസം എന്ന് പറയുന്നത് ആരുടെ? നിങ്ങളുടെ ആരുടെയും കുത്തകയല്ല. രാജ്യത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും, വാക്കുകൾ മാത്രമല്ല. ഈ ഭാരതത്തിൽ ബൈബിൾ പ്രവർത്തകരെ പോലെ ഭാരതത്തെ സ്നേഹിച്ചവരും സേവിച്ചവരും ആരുണ്ട്? ഞങ്ങൾ ഭാഷ വികസിപ്പിച്ചു. ഞങ്ങള് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു, പത്രം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നു. എല്ലാ രംഗത്തും ഞങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മുടെ ഭാഷകളിലെ 270 ഭാഷകൾക്ക് പുതിയ ലിപികൾ വന്നു. ഇന്ന് 151 ഭാഷകളിൽ 151 ട്രൈബൽ ലാംഗ്വേജസ്, ഗോത്ര വർഗ ഭാഷകൾ ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യക്കാരായ MA ലിംഗ്വിസ്റ്റിക്സ്, PhD ലിംഗ്വിസ്റ്റുകാര് ഭാരതത്തിലെ കാടുകളിൽ കിടന്ന് ജീവിക്കുകയാണ്. എന്തിനാണ്? ആ സമൂഹത്തെ വില്യം ഗേരിയൊക്കെ വന്ന് അൻവൻ ഗുണ്ടർക്ക് വന്ന് വികസിപ്പിച്ചതുപോലെ ഭാരതത്തിലെ ആരോരുമില്ലാത്ത പാർശ്വവർത്തികളായ ആ കാടുകൾ ജീവിക്കുന്ന ഗോത്രവർഗക്കാരെ ടു എൻലൈറ്റൻ ദം ആൻഡ് എംപവർ ദം. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കും. ഞങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടുവരും. 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. വി എൻലൈറ്റൻ ദം, എംപവർ ദം. നമ്മുടെ സമൂഹം എന്തായിരുന്നു? സ്റ്റാറ്റിക് സൊസൈറ്റി, നിശ്ചല സമൂഹമായിരുന്നു. അരുത്, പാടില്ല, അരുത്, പാടില്ല, അടിമകളായിരുന്നു. അതിനെ മാറ്റി നിശ്ചല സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്തു? ചാലക സമൂഹമാക്കി. വാക്കുകൾക്ക് ശക്തി, അവരുടെ ഹൃദയത്തിന് ശക്തി കൊടുത്തു, അവരെ ബലപ്പെടുത്തി, ആരോഗ്യം നൽകി, അവർക്ക് ബുദ്ധി നൽകി, വിവേകവും വിവേചനവും നൽകി, അവരെ വായിക്കുവാൻ പഠിപ്പിച്ചു, ചോദ്യം ചെയ്യുവാനുള്ള ശക്തി കൊടുത്തു. അടിമത്തത്തിൽ നിന്ന് ആ ചങ്ങല പൊട്ടി മാറുവാൻ അവരെ സജ്ജമാക്കിയത്. അപ്പോ നിശ്ചല സമൂഹത്തെ, ഭാരത നിശ്ചല സമൂഹത്തെ, ആ ചാലക സമൂഹമൊക്കെ ഞങ്ങള് അത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കൊല്ലാൻ കൊന്നുകൊള്ളൂ, കുഴപ്പമില്ല, ഞങ്ങൾ ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് എന്നെ കൊല്ലുന്ന ഒത്തിരി ഭീഷണിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അങ്ങ് കൊന്നായിരുന്നു എനിക്കങ്ങ് സ്വർഗത്തിൽ പോകാൻ.
വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനുണ്ട്. ഇന്ന് ഞാൻ മരിച്ചാൽ യേശുവിന്റെ കൂടെ സ്വർഗത്തിൽ. നിനക്ക് എന്നെ കൊല്ലാൻ വരുന്നവരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടോ? നിങ്ങൾ ഇന്ന് മരിച്ചാൽ എവിടെ പോകും? നേരെ നരകത്തിലോട്ടാ പോകുന്നത്. യേശു അല്ലാതെ മറ്റൊരു മാർഗമല്ല. കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് രക്ഷയുടെ മാർഗം. ഞങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇവിടെ രാഷ്ട്രം സോണിയയുടെ എല്ലാം കൂടി നിങ്ങൾ രാഷ്ട്രം ഉണ്ടാക്കാം. ഒരുത്തൻ ഇന്നലെ ഈയാടെ വിളിച്ചു പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ക്രിസ്തു വിശ്വാസികൾക്ക് ഈ ലോകത്തിലെ രാഷ്ട്രം ഇല്ല. യേശു തന്നെ പറഞ്ഞു, ഈ രാഷ്ട്രം എനിക്കുള്ളതല്ല. കാരണം ഞങ്ങൾ തിരിച്ചു വരാൻ പോവില്ലയോ? അതിൽ എല്ലാവരും വേണം. യേശു വിശ്വസിച്ചെല്ലാം തിരിച്ചു വന്ന് 1000 ആണ്ട് വാഴാൻ പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഗോള രാഷ്ട്രമുണ്ട്. ഇപ്പൊ യേശു എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഹി ഹാസ് റിക്രൂട്ടിംഗ് പീപ്പിൾ ടു റൂൾ ദ ഹോൾ വേൾഡ് ഫോർ ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് GIS എന്നാണ്. ഇന്ന് പ്രൊബേഷൻ പീരീഡാ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ യേശു ക്രിസ്തു ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ആളുകളെ ആഹ്വാനം ചെയ്യും. വരിക, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരിക, നിങ്ങളെ ലോകം ഭരിക്കാൻ വേണ്ടി ഞാൻ സജ്ജരാക്കുക. അതുകൊണ്ട് ഇന്നത്തെ സകല നേതാക്കന്മാരും പറയും യേശുവിൽ എന്ന് വിശ്വസിച്ചാൽ. അപ്പൊ ഇപ്പൊ ആര് ഭരിക്കുക? ഏത് മാണി വേണം, ഏത് ജോസഫ് വേണം, ഭരിക്കണമൊന്നും വേണ്ട. ഇത് എന്തിനായി കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? യേശുവിൽ വന്നാൽ 1000 ആണ്ട് വാഴത്തില്ല. ഇപ്പൊ കോട്ടയത്തെ ഒരു നിയോജക മണ്ഡലം ഭരിച്ച എന്തോ എടുക്കാനാ? അതും 5 വർഷമുള്ള 1000 ആണ്ട് യേശുവിനോട് ഭരിക്കാൻ പോവാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ഈ ലോക രാഷ്ട്രീയവും ഇല്ല. ഞങ്ങൾക്ക് ഈ ലോകത്തെ തട്ടിമറിക്കാൻ, ഭാരതത്തെ തട്ടി മാറ്റാനുള്ള ഒരു ശ്രമവും ഇല്ല. പക്ഷേ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? അതാണ് ഞങ്ങളുടെ വിഷയം. ഇറ്റ്സ് എ സ്പിരിച്വൽ റീജനറേഷൻ. എന്നാൽ അതോടുകൂടെ ഭൗതിക സാമ്പത്തികമായ കാര്യങ്ങളിലും ഞങ്ങൾ വികാസത്തിന്റെ പിന്നിലാണ് അതിൽ അധ്വാനിക്കുന്നത്. അതുകൊണ്ട് പെർസിക്യൂഷൻ ഞങ്ങൾക്ക്, പീഡനം ഞങ്ങൾക്ക് പ്രശ്നമല്ല. പീഡനം ഞങ്ങളെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തിന്മ ചെയ്യുന്നു. നിങ്ങൾക്ക് പീഡിപ്പിക്കണോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. താങ്ക് യു. താങ്കളുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇനിയും തുടരട്ടെ. ഇതുവരെയും ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സത്യസന്ധമായ സത്യത്തിന്റെ പച്ചയായ ആവിഷ്കരണം നടത്തിയതിലും മിഷണറിമാർ നമ്മുടെ ഭാരതത്തിനും കേരളത്തിനുമൊക്കെ ചെയ്ത വിലയേറിയ സംഭാവനകളെ ഓർത്തതിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിയതിലും ഹൃദയംഗമമായ നന്ദി ഡോക്ടർ ബാബു കെ വർഗീസിനോട് അറിയിക്കുന്നു. മാത്രമല്ല, ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകരോടുമുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഏറ്റവും ഒടുവിലായി ആദരണീയനായ ഡോക്ടർ ബാബു കെ വർഗീസ് പറയാനായിടയായത്. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖം പ്രിയ സാർ പ്രാർത്ഥിച്ച് തന്നെ നമുക്ക് ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കാം. സാർ ദയവായി പ്രാർത്ഥിച്ചാൽ. അതിനു മുമ്പ് 2 കാര്യം കൂടി ഞാൻ പറയട്ടെ, അനുവദിക്കട്ടെ. 2 സംഭവങ്ങളാണ്. ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്നോട് പറഞ്ഞാണ് ഞാൻ പുസ്തകം എഴുതിയപ്പോൾ. ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞു, മൂത്തമാൻ ഫിലിപ്പും എസ്തേറും ഊട്ടിയിൽ ഹെബ്രോൺ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് അവർ വീട്ടിലേക്ക് വന്നത്. ഒരാഴ്ച മുമ്പ് ഈ 9 വയസ്സുള്ള മകൻ എപ്പോഴും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്, ഒരു ഭാഗമാണ്. When the trumpet of the Lord shall sound and time shall be no more, when the roll is called yonder I be there. കർത്തൃകാഹളം ധരിക്കുമ്പോൾ, എൻ പേർ വിളിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ അവനോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഗ്ലാഡിസ് പറഞ്ഞു, ബാബു പല പ്രാവശ്യം അവൻ പാടി. എന്റെ മനസ്സിൽ ചോദിച്ചു, എന്തിനാ അവൻ ഈ പാട്ട് പാടുന്നത് 9 വയസ്സുള്ള? എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന്റെ പേർ വിളിച്ചു, അവന്റെ അനുജന്റെ പേര് വിളിച്ചു, അവന്റെ അപ്പന്റെ പേര് വിളിച്ചു. ഇനിയും യേശു എന്റെ പേര് വിളിക്കും, എന്റെ മകളുടെ പേര് വിളിക്കും. എനിക്കതിൽ വിഷമം വെച്ചില്ല. എന്നാൽ ദൈവം അവനെ ധൈര്യപ്പെടുത്തുമായിരുന്നു, എന്നെയും ധൈര്യപ്പെടുത്തും. വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ ചുട്ട് ആ ജീപ്പ്, ആ ആളി കത്തി, ആ പുക, ആ ജ്വാല മുകളിലേക്ക് കയറുമ്പോൾ അവിടുത്തെ ഗ്രാമീണർ ജനലിൽ ആ വീടുകളെല്ലാം പൂട്ടിയിട്ടാണ് അത് കത്തിച്ചത്. ജനലിൽ കൂടെ കാവുന്നു. അതിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ചെറിയ ഗ്രൂപ്പ് കൂടി, ഒരു 10, 100, 120 കുടുംബങ്ങളെല്ലാം അവർ ചുറ്റും ഇങ്ങനെ താമസിക്കുകയാണ് ആ മനോഹർപൂരില്. അവര് മുകളിലേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് നിന്ന് വലിയൊരു ബീം ഓഫ് ലൈറ്റ്, ഒരു പ്രകാശ ജ്വാല, അവര് ഒരു പ്രകാശം, ഒരു ലൈറ്റ്, ബീം ഓഫ് ലൈറ്റ് ആ ജീപ്പിന്മേൽ അവർ കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം 1-2 പേര് പറഞ്ഞത് അതിൽ 3 വ്യക്തികൾ പോകുന്നതായിട്ടുള്ള ഒരു ഷാഡോയും കണ്ടു എന്ന് പറഞ്ഞു. ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞു, ഞാനിത് ആദ്യം വിശ്വസിച്ചില്ല ബാബു. അതുകൊണ്ട് പലരായിട്ട് ഞാൻ ചോദിച്ചു. പലരും പറഞ്ഞു, സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു ഇത് ശരിയാണെന്ന്. എന്നിട്ട് ഗ്ലാഡിസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു അവര് എരിഞ്ഞമങ്ങുന്നതിന് മുമ്പ് ദൈവം അവർക്ക് കൃപ നൽകിയെന്ന്. സാരമില്ല പ്രിയപ്പെട്ടവരെ, ഭാരതമേ കേഴുക, ഭാരതത്തിന് വേണ്ടി നന്മ ചെയ്യുക. തുടരും ഞങ്ങൾ നന്മ ചെയ്തും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പിതാവേ, അങ്ങ് സൃഷ്ടിതാവാണ്. സകലത്തെയും ഒരു വാക്കിനാൽ സൃഷ്ടിച്ചു. എന്നാൽ അങ്ങ് സംരക്ഷണനാകുന്നു. ഞങ്ങൾക്ക് വെള്ളവും വെളിച്ചവും വായും തന്നു. മനുഷ്യനെ അവിടുന്ന് സൃഷ്ടിച്ചു. എന്നാൽ ഞങ്ങൾ പാപികളായി മാറി.
ആ പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവപുത്രനായ യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിൽ 2000 വർഷം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഞങ്ങൾക്ക് ജീവൻ തന്നതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങൾ കർത്താവെ ആ ക്രൂശിങ്കിലേക്ക് നോക്കുന്നു. ഞങ്ങൾ ആ ക്രൂശ് ഇന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. ക്രോസ് ഈസ് എംപ്റ്റി. ഇന്ന് ഞങ്ങൾ ആ കല്ലറയിലേക്ക് നോക്കുന്നു. ദ ടൂംബ് ഈസ് എംപ്റ്റി. കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുന്നു. യേശുക്രിസ്തുവേ, you are filled with your own presence in heaven. യേശുക്രിസ്തുവേ, അങ്ങ് പിതാവായ ദൈവത്തിന് മുന്നിൽ നിറഞ്ഞവനായി മഹത്വപൂർണനായി നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ലോകത്തിൽ ജനങ്ങൾ വിഷമം അനുഭവിക്കുമ്പോൾ, കോവിഡിന്റെ വിഷമത്തിൽ അനുഭവിക്കുമ്പോൾ, ജനങ്ങളുടെ സകല ഭാരങ്ങളും അറിയുന്ന ദൈവമേ, അവിടുന്ന് കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ജനങ്ങളോട് ഇടപെടണമേ. ലക്ഷക്കണക്കിന് ജനങ്ങൾ മരണത്തിന്റെ ഭീതിയിൽ കഴിയുന്നു, കോവിഡിന്റെ ഭീതിയിൽ കഴിയുന്നു. നാഥാ, കോവിഡിനെ പിൻവലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പട്ടിണി കിടക്കുന്നു, ലക്ഷങ്ങൾ പട്ടിണി കിടക്കുന്നു. ഭാവിയെ കുറിച്ച് ആശങ്കയാണ്. ഭാവി എന്തെന്നറിയത്തില്ല. എന്നാൽ അങ്ങ് പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞു. ഒരിക്കൽ മരിക്കുകയും ന്യായവിധി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ന്യായവിധിയിൽ പോകേണ്ട ആവശ്യമില്ല, എന്നിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിനായി സ്തോത്രം. അതുകൊണ്ട് കർത്താവെ, സകല മനുഷ്യരും, ലോകത്തിലെ 800 കോടി ജനങ്ങളും അങ്ങിൽ വിശ്വസിച്ച് മരണത്തിന് ജയിക്കുവാൻ അവിടുന്ന് അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, കർത്താവെ, ക്യാബിനറ്റ് മെമ്പേഴ്സ്, പാർലമെന്റ് മെമ്പേഴ്സ്, കർത്താവെ, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, എല്ലാ പാർട്ടി നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് സ്നേഹിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് സൃഷ്ടിച്ചവരാണല്ലോ, എന്നാൽ അവർന്നെങ്കിലേക്ക് തിരികെ വരുവാൻ അവിടുന്ന് പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് സ്വാതന്ത്ര്യം നിലനിൽക്കുവാൻ അവിടുന്ന് അനുവദിക്കണമേ. കർത്താവെ, വിരോധികളോട് അവിടുന്ന് സ്നേഹത്തോടെ ഇടപെട്ട് അവർക്കൊരു മനസ്സാന്തരം ഉണ്ടാകണമേ. എല്ലാവരും കർത്താവെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു ഭാരതം തുടർന്നുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. നന്ദിക്ക് എല്ലാറ്റിനായി സ്തോത്രം. നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാം അപേക്ഷിക്കുന്നു. പിതാവേ, കേൾക്കണമേ. Thank you. Amen. Amen. Thank you, sir. Thank you very much.